or iPads. അല്ലെങ്കിൽ ഐപാഡോ എന്താണോ എടുക്കുക. Today's message is Believer's Judgment. ഇന്നത്തെ സന്ദേശത്തിന്റെ തലക്കെട്ട് എഴുതുക വിശ്വാസികളുടെ ന്യായവിധി. Last week I was talking about eternal judgments. കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങൾക്ക് നിത്യമായ ന്യായവിധികളെ കുറിച്ച് പഠിപ്പിക്കുകയായിരുന്നു. And I spoke about 7 different judgment scenarios. ഞാൻ നിങ്ങളോട് 7 വ്യത്യസ്തമായ ന്യായവിധികളുടെ പശ്ചാത്തലങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു. When I preach on judgments, never label me as a judgment preacher. ഞാൻ ന്യായവിധികളെ കുറിച്ച് ഇപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ എന്നെ ഒരു ന്യായവിധി ശുശ്രൂഷകൻ, ന്യായവിധി പ്രസംഗിക്കുന്ന ശുശ്രൂഷകനാക്കി നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. As I told you last week, I am not a grace preacher, I am not a judgment preacher. I just want to bring to you the whole counsel of God. കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇപ്പോൾ പൊതുവെ പരക്കെ പറയപ്പെടുന്നത് പോലെ ഞാനൊരു ന്യായവിധി പ്രാസംഗികനോ ഞാനൊരു കൃപാപ്രാസംഗികനോ അല്ല, പകരം ഞാൻ സമ്പൂർണ്ണ സുവിശേഷത്തിന്റെ പ്രാസംഗികനാണ്. God has called me to give God's people a balanced diet. ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് ദൈവജനത്തിന് സന്തുലിതമായിട്ടുള്ള സമീകൃതമായിട്ടുള്ള ആഹാരം നൽകുവാനായിട്ടാണ്. Suppose one day you are going to stand before the judgment seat of Christ and you complain, my pastor never talked about this. I am cheated. ഉദാഹരണമായിട്ട് ഒരു ദിവസം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ നിൽക്കുമ്പോൾ എൻ്റെ പാസ്റ്റർ എന്നെ ഇതൊന്നും പഠിപ്പിച്ചില്ലല്ലോ, അയാൾ എന്നെ വഞ്ചിച്ചു എന്ന് നിങ്ങൾ പറയാനിടയാകരുത്. All right? So we have to learn all these stuff, the entirety of the doctrine of the Bible. അതുകൊണ്ട് ബൈബിളിന്റെ ഉപദേശത്തിന്റെ പൂർണ്ണ രൂപം വിശ്വാസികൾ എന്ന നിലയിൽ ബ്ലെസ്സിംഗ് സെന്ററിലെ എല്ലാ വിശ്വാസികളും അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. Let's open our Bibles at 1 Peter chapter 4 verse number 17 and 18. ഇനി നമുക്ക് ബൈബിളുകൾ തുറന്ന് 1 പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായം 17 മുതൽ 18 വചനങ്ങൾ വായിക്കാം. I will read out in English. When Shema sister reads, you can all read together. ഞാൻ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ സിസ്റ്റർ ക്ഷമ വായിക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും മലയാളത്തിൽ ഒരുമിച്ച് വായിക്കണം. For it is time for judgment to begin with God's household, and if it begins with us, what will the outcome be for those who do not obey the gospel of God? 17-ാമത്തെ വചനം ചേർന്ന് വായിക്കാമോ? ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിക്കാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? 18. And if it is hard for the righteous to be saved, what will become of the ungodly and the sinner? നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നു എങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്താകും? There are 2 questions there. ഇവിടെ 2 ചോദ്യങ്ങൾ നമുക്ക് കാണാം. In verse number 17 it says the judgment, the whole series of judgments will start with God's people. അതിൽ 17-ാമത്തെ വചനം കാണുന്നത് ന്യായവിധിയുടെ പരമ്പര തുടങ്ങാൻ പോകുന്നത് ദൈവഗൃഹത്തിനകത്ത് വെച്ചിട്ടാണ്. അടുത്തിരിക്കുന്ന ആളോട് പറയുക, ന്യായവിധി തുടങ്ങുന്നത് നമ്മളിൽ നിന്നാണ്. ന്യായവിധി തുടങ്ങുന്നത് നമ്മളിൽ നിന്നാണ്. Is it good news or bad news? ഇത് നല്ല വാർത്തയാണോ ചീത്ത വാർത്തയാണോ? എന്താ അഭിപ്രായം? ചീത്ത വാർത്ത. ചീത്തയാണോ? ന്യായവിധിയാ നല്ലതാണോ ചീത്തയാണോ? അത് തീരുമാനിക്കുന്ന ഇന്നത്തെ മെസ്സേജ് മുഴുവൻ കേട്ടിട്ട് മതി, നല്ലതാണോ ചീത്തയാണോ. പ്രത്യേകിച്ച് അടുത്ത ആഴ്ചയിലെ കൂടെ കേട്ടാലേ ശരിക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. ചിലർക്ക് നല്ലതാകാം, ചിലർക്ക് ചീത്തയാകാം. But always remember, God will start his judgment process from his children. ഓർക്കുക, ദൈവം തൻ്റെ ന്യായവിധി തൻ്റെ ഗൃഹത്തിൽ തൻ്റെ മക്കളുടെ ഇടയിൽ നിന്നാണ് തുടങ്ങാൻ പോകുന്നത്. Now let's come to James chapter 5 verse number 9. ഇനി യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വചനം. Don't grumble against one another, brothers and sisters, or you will be judged. The judge is standing at the door. സഹോദരന്മാരെ, വിധിക്കപ്പെടാതിരിക്കാൻ ഒരുവന്റെ നേരെ ഒരുവൻ ഞെരങ്ങിപ്പോകരുത്, ഇതാ ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. It says the judge is standing at the door. അത് ഇവിടെ പറയുന്നത് ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. What is the meaning? എന്താണ് അർത്ഥം? Standing at the door means he is so close to us. വാതിൽക്കൽ നിൽക്കുന്നു എന്നതിന്റെ അർത്ഥം അവൻ തൊട്ടടുത്തുണ്ട് എന്നാണ്.
Hallelujah. ഹല്ലേലൂയ. So be careful to not grumble against one another. അതുകൊണ്ട് മറ്റുള്ളവർ തമ്മിൽ പരസ്പരം ഞെരങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, പിറുപിറുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. All these verses are towards for God's people, not for the outsiders. ഈ വചനങ്ങളെല്ലാം തന്നെ പുറമേയുള്ള അവിശ്വാസികളോടുള്ളതല്ല, വിശ്വാസികളോടുള്ളതാണ്. Because judgment is going to start among the believers. കാരണം ന്യായവിധി തുടങ്ങാൻ പോകുന്നത് വിശ്വാസികളുടെ ഇടയിലാണ്. There is a whole queue standing for to be judged, and the first in queue, we are the first in queue. ഓർക്കുക, ന്യായവിധിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു പറ്റം ആളുകൾ ക്യൂവിൽ നിൽക്കുന്നു. പക്ഷെ ക്യൂവിന്റെ ആദ്യ നിരയിൽ നിൽക്കുന്നത് വിശ്വാസികളാണെന്ന് ഓർക്കണം. Last week I told you that there will be 3 judgment seats. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നിങ്ങളോട് 3 ന്യായാസനങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു. How many of you remember that? നിങ്ങൾ എത്ര പേർ ഓർക്കുന്നുണ്ട്? The first one, judgment seat of Christ. ഒന്നാമത്തേത് ക്രിസ്തുവിന്റെ ന്യായാസനം. This is also called the bema seat of Christ. അതിനെ ക്രിസ്തുവിന്റെ ബീമാ സീറ്റ് എന്ന് കൂടെ വിളിക്കുന്നുണ്ട്. Second one, anybody remembers? രണ്ടാമത്തേത് ഓർക്കുന്നുണ്ടോ? Yeah, the throne of glory. അത് മഹത്വത്തിന്റെ സിംഹാസനം. And the third one is the great white throne. മൂന്നാമത്തേത് വെള്ള സിംഹാസനം. So there will be, Jesus will be sitting on 3 different judgment seats to judge different categories of people. അതുകൊണ്ട് ഈ 3 ന്യായാസനങ്ങളിലും ക്രിസ്തു ഇരുന്ന് ന്യായം വിധിക്കും. പക്ഷെ 3 വ്യത്യസ്തരായ വ്യക്തികൾക്ക് വേണ്ടി, വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഈ ന്യായവിധി നടക്കുക. So we have to present ourselves before what? The great white throne or the throne of glory. അതുകൊണ്ട് നാം നമ്മെ തന്നെ പ്രത്യക്ഷപ്പെടുത്തേണ്ടത്, നമ്മെ തന്നെ വെളിപ്പെടുത്തേണ്ടത് വെള്ളസിംഹാസനത്തിന്റെ മുൻപിലാണോ അതോ മഹത്വത്തിന്റെ ന്യായാസനത്തിന്റെ മുൻപിലാണോ? പറയൂ. Speak to me. എന്നോട് സംസാരിക്കൂ. വെള്ളസിംഹാസനത്തിന്റെ മുൻപിലാണെന്ന് പറയുന്ന എത്ര പേരുണ്ട്? മഹത്വത്തിന്റെ സിംഹാസനത്തിന്റെ മുൻപിലാണെന്ന് പറയുന്ന എത്ര പേരുണ്ട്? There are so many. No, that is not the place. പക്ഷെ അതിലല്ല. We have to present ourselves before the judgment seat of Christ or the bema seat of Christ. എന്നാൽ വിശ്വാസികൾ പ്രത്യക്ഷപ്പെടേണ്ടത്, വന്ന് നിൽക്കേണ്ടത് എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെയാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ബീമാ സീറ്റിന്റെ മുൻപാകെയാണ്. The 2 Corinthians chapter 5 verse number 10. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വചനം എഴുതുക. For we must all appear before the judgment seat of Christ, so that each of us may receive what is due us for the things done while in the body, whether good or bad. എല്ലാവരും മലയാളത്തിൽ ചേർന്നൊന്ന് വായിക്കാമോ? അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. Hallelujah. ഹല്ലേലൂയ. Nobody can escape from this. All believers will have to stand before the bema seat of Christ. ആർക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല. എല്ലാ വിശ്വാസികളും ഈ ന്യായാസനത്തിന്റെ മുൻപാകെ ഒരു ദിവസം നിന്നേ തീരൂ. ഹലോ. Why is it called bema seat? എന്തുകൊണ്ടാണ് ഇതിനെ ബീമ ന്യായാസനം എന്ന് പറയുന്നത്? Somebody said this is made in bema jewelry. ഇത് ബീമ ജ്വല്ലറി കൊണ്ട് നിർമ്മിച്ചതാണോ എന്ന് ആരോ ചോദിച്ചു. Not because of that. അതുകൊണ്ടല്ല. It is a Greek word. Bema is a Greek word. In those days there was a raised platform used for public address. ബീമ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് പദമാണ്. ആ കാലഘട്ടങ്ങളിൽ ഗ്രീക്കുകാരുടെ ഇടയിൽ എന്തെങ്കിലും പ്രത്യേകമായ കാര്യപരിപാടികൾ, പൊതുവിലുള്ള പരിപാടികൾ നടക്കുമ്പോൾ അല്പം ഉയർത്തി കെട്ടിപ്പൊക്കിയ ഒരു ഇരിപ്പിടം ഉണ്ടായിരിക്കും. Just like this stage. ഇതൊരു സ്റ്റേജ് പോലെ, a raised platform, that's all. അല്പം കൂടി ഉയർത്തി കെട്ടിയ ഒരു ഇരിപ്പിടത്തിന്റെ സ്ഥാനം. And in the times of Roman Empire, there was a place of judgment called Bema, and where the emperor was sitting passing judgment. റോമൻ ഗവൺമെന്റിന്റെ കാലഘട്ടങ്ങളിൽ റോമൻ ഭരണാധികാരികൾ ആ സീറ്റിൽ കയറി ഇരുന്നിട്ടാണ് അവർ ന്യായം വിധിക്കുന്നത്. So in order to people to understand the idea, Paul is using that term bema, the bema seat of Christ. Not a Roman governor or an emperor is going to sit there, but Christ himself will be sitting on the bema seat
and giving judgment. അതുകൊണ്ട് അക്കാലത്ത് ജനങ്ങൾ ന്യായം വിധിക്കപ്പെടുന്നതായി കാണപ്പെടുന്ന ആ ഒരു സീറ്റ് അല്ലെങ്കിൽ ആ ഒരു ഇരിപ്പിടത്തിലാണ് ന്യായം വിധിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടാണ് ക്രിസ്തുവും ഇതുപോലെ ന്യായം വിധിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആ ഒരു സീറ്റിലല്ല, ക്രിസ്തുവിന്റെ ബീമാ സീറ്റിലാണ് യേശു ന്യായം വിധിക്കാൻ പോകുന്നത്. You can write down a few verses, references I'll give you, you can read later. Romans 14 and verse number 10. നിങ്ങൾ 1-2 വചനങ്ങൾ എഴുതുക. റോമർക്ക് എഴുതിയ ലേഖനം 14:10. Paul says we will stand before God's judgment seat. പൗലോസ് പറയുന്നു ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ നാം എല്ലാവരും നിൽക്കണം. Romans 14 and verse number 12 says each of us will give account of himself to God. റോമർ 14 അതിന്റെ തന്നെ 12ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ ഓരോരുത്തരും അവനവന്റെ കണക്ക് ദൈവത്തിന് ഏൽപ്പിക്കണമെന്ന് കാണാം. അടുത്തിരിക്കുന്ന ആളോട് പറയുക, നിങ്ങൾക്ക് ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടി വരും. നിങ്ങൾക്ക് ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടി വരും എന്ന് വെച്ചാൽ കണക്ക് തീർക്കുന്ന ഒരു ദിവസമുണ്ട്. ഒരു അക്കൗണ്ട് സെറ്റിലിങ്ങിന്റെ ഒരു ദിവസം വരുന്നുണ്ട്. The Bible clearly tells us that we all have to present ourselves before the judgment seat of Christ to settle the account of life. ഓർക്കുക, ബൈബിൾ വ്യക്തമായി പറയുന്നു നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ ജീവിച്ച് തീർത്തതിൻ്റെ കണക്ക് ഒരു ദിവസം നാം എല്ലാവരും ബോധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. Brother, when is this going to happen? ബ്രദറെ, ഇത് എന്നാണ് ഇത് സംഭവിക്കാൻ പോകുന്നത്? Immediately after I die, I will have to present myself before the judgment seat of Christ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ ഞാൻ പ്രത്യക്ഷപ്പെടുകയാണോ? No, ഒരിക്കലുമല്ല. this will happen after the rapture. ഇത് സംഭവിക്കാൻ പോകുന്ന ഉൽപ്രാപണത്തിന് ശേഷമായിട്ടാണ്. That means after our resurrection and going to the mid-sky to meet the Lord in the air. അതിന്റെ അർത്ഥം ഇതാണ്, നാം ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ആകാശമേഘങ്ങളിൽ കർത്താവിനോടൊപ്പം എടുക്കപ്പെട്ട് അവിടെ വെച്ചിട്ടാണ് ഈ ഒരു ന്യായവിധി നടക്കാൻ പോകുന്നത്. So the venue will be the mid-sky or the heavenlies. അതുകൊണ്ട് സ്ഥലം എന്ന് പറയുന്നത് സ്വർഗീയ തലങ്ങൾ അഥവാ മധ്യാകാശത്തിലായിരിക്കും. This will not happen on earth. അത് ഭൂമിയിലല്ല നടക്കാൻ പോകുന്നത്. And not only that, what will be the result of this judgment? ഈ ഒരു ന്യായവിധിയുടെ അനന്തര ഫലം എന്തായിരിക്കും? You will get rewards or you will suffer loss. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അന്നാളിൽ പ്രതിഫലമുണ്ടാകും, അല്ലെങ്കിൽ ഒരു വലിയ നഷ്ടബോധമുണ്ടാകും. So the purpose of this judgment, number one, is to evaluate our works for Christ on earth while we are living in this body. അതുകൊണ്ട് ഈ വരാൻ പോകുന്ന ഈ ന്യായവിധിയുടെ ഉദ്ദേശ ലക്ഷ്യം എന്നുള്ളത് ക്രിസ്തുവിന് വേണ്ടി നാം ഭൂമിയിൽ ചെയ്തിട്ടുള്ള പ്രയത്നങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വിലയിരുത്തുവാൻ വേണ്ടിയിട്ടാണ്. Number two, it is to give rewards for our works. രണ്ടാമതായിട്ട് നമ്മുടെ ആ പ്രവർത്തനങ്ങൾക്ക് തക്കതായ പ്രതിഫലം നൽകുക എന്നുള്ളതാണ് ഉദ്ദേശം. Hallelujah. Hallelujah. Always remember, our salvation is totally free for us. എല്ലായ്പ്പോഴും മനസ്സിലാക്കുക, നമ്മുടെ രക്ഷ എന്നുള്ളത് നമുക്കത് സൗജന്യമായി ലഭിച്ചതാണ്. അടുത്തിരിക്കുന്ന ആൾക്ക് ഒന്ന് പറഞ്ഞു കൊടുത്ത്, രക്ഷ സൗജന്യമാണ്. രക്ഷ സൗജന്യമാണ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം രക്ഷയ്ക്ക് വിലയില്ലെന്നാണോ? ഇല്ല, വില ഒരാൾ കൊടുത്തതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാ. ഭയങ്കര വിലയാ കൊടുത്തത്. പൊന്നല്ല, വെള്ളിയല്ല, സ്വന്തം ജീവരക്തം കൊടുത്തു. അതുകൊണ്ട് നമുക്ക് രക്ഷ സൗജന്യമായി കിട്ടി. ഒരു ഹല്ലേലൂയ പറയാം. ബട്ട് റിവാർഡ് ഈസ് നോട്ട് ഫ്രീ. എന്നാൽ പ്രതിഫലങ്ങൾ എന്ന് പറയുന്നത് അത് സൗജന്യമല്ല. ഒന്നുകൂടി പറ. രക്ഷ സൗജന്യമാണ്, എന്നാൽ പ്രതിഫലം സൗജന്യമല്ല. വലതുകരം ഉയർത്തി ക്ഷമാ സിസ്റ്റർ പറയുന്നത് ഏറ്റു പറഞ്ഞു. രക്ഷ സൗജന്യമാണ്, പ്രതിഫലം സൗജന്യമല്ല. രക്ഷ സൗജന്യമാണ്, എന്നാൽ പ്രതിഫലം സൗജന്യമല്ല. Reward will be distributed according to our works that we are doing now on earth. ഓർക്കുക, പ്രതിഫലങ്ങൾ വിഭാഗിക്കപ്പെടുന്നത് ഇന്ന് ഈ ഭൂമിയിൽ നാം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ചിട്ടാണ്. ഇന്ന് ഈ ഭൂമിയിൽ നാം ചെയ്യുന്ന നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ചിട്ടാണ് പ്രതിഫലം ലഭിക്കാൻ പോകുന്നത്. ഏതെങ്കിലും ബ്ലെസ്സിംഗ് സെന്ററിൽ ഇന്ന് ഒരു കസേരയെങ്കിലും ആരെങ്കിലും നീക്കിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രതിഫലമുണ്ട്. ഇതിനുശേഷം ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ കഞ്ഞി വിളമ്പാൻ നിന്നാൽ പ്രതിഫലമുണ്ട്. ഒരാളെ യേശുവിലേക്ക് ബ്ലെസ്സിംഗ് സെന്ററിലേക്ക് വിളിച്ചോണ്ട് വന്നാൽ പ്രതിഫലമുണ്ട്. വിളിച്ചിട്ട് വന്നില്ല, വിളിച്ചോ, അതിന് പ്രതിഫലമുണ്ട്. ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിന് പോലും പ്രതിഫലമുണ്ട്.
ഈ ഇവിടെ മണി ബോക്സ് കൊണ്ടുപോകില്ല, അത് എടുത്ത് ദൈവിക ശുശ്രൂഷയിൽ പങ്കുകാരാകുമ്പോൾ പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതിന് തക്കവണ്ണം പ്രാപിക്കുവാൻ നമ്മളെല്ലാവരും ഒരു ദിവസം കണക്ക് തീർക്കുന്ന ദിവസം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. ഞാനല്ല എഴുതിയത്, ക്രിസ്തുവിൽ നിന്നും വെളിപ്പാട് പ്രാപിച്ച് അപ്പസ്തോലനായ പൗലോസ് വ്യക്തമായി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ബഡാ ഹല്ലേലൂയ പറ. Judgment here for a child of God, judgment means a decision resulting an investigation. ഇവിടെ ന്യായവിധി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ആ ഒരു അന്വേഷണത്തിന്റെ ഫലം എന്നതിന്റെ തീരുമാനം മാത്രമാണ്. Hallelujah. Hallelujah. Meaning this is not to judge your sins. അതിന്റെ അർത്ഥം ദൈവം നിന്റെ പാപത്തെ ന്യായം വിധിക്കുന്നില്ല. Your whole sin was dealt with on the cross of Calvary. നിങ്ങളുടെ സകല പാപത്തിന്റെ വിധി കാൽവരി ക്രൂശിൽ നടപ്പാക്കി കഴിഞ്ഞു. Hallelujah. Hallelujah. You will not be judged again. ഇനി വീണ്ടും നിങ്ങളെ ന്യായം വിധിക്കുന്നില്ല. God will never punish a person twice for one sin. ദൈവം ഒരിക്കലും ഒരു പാപത്തിന് വേണ്ടി രണ്ട് പ്രാവശ്യം ഒരാളെ കുറ്റം വിധിക്കില്ല. No court can punish a person twice for one error or one fault. ഒരു കുറ്റത്തിന് വേണ്ടിയിട്ട് ഒരു കോടതിയും ഒരാളെ രണ്ട് പ്രാവശ്യം ശിക്ഷിക്കില്ല. So for all our sins Jesus took all the punishment on the cross. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശിക്ഷാവിധി കാൽവരി ക്രൂശിൽ യേശു കർത്താവ് ഏറ്റെടുത്തു. And when we believed on that sacrifice, we are free, exempt from all penalties. എന്നാൽ ആ ഒരു ത്യാഗ മരണത്തിൽ നാം വിശ്വസിക്കുമ്പോൾ ആ ശിക്ഷാവിധിയിൽ നിന്ന് വിശ്വസിക്കുന്നവരെല്ലാവരും തെറ്റിയൊഴിയുകയാണ്. Let us read Romans 8 and verse number 1 again. ഇനിയിപ്പോൾ നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 1-ാമത്തെ വചനം വായിക്കാം. There is therefore now no condemnation to those who are in Christ Jesus, who do not walk according to the flesh but according to the Spirit. അവിടെ നാം കാണുന്നു 8:1, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. Hallelujah. Hallelujah. So how many of you sitting here are in Christ today? അങ്ങനെയെങ്കിൽ ഇവിടെ ബ്ലെസ്സിംഗ് സെന്ററിൽ ഇരിക്കുന്ന എത്ര പേർ ഇന്ന് ക്രിസ്തു യേശുവിൽ ജീവിച്ചിരിക്കുന്നവരുണ്ട്? That means you believe in Christ, your life is hidden in Christ, you are completely free from all condemnation. അതിന്റെ അർത്ഥം ഇതാണ്, നിങ്ങൾ ക്രിസ്തുവിൽ ജീവിക്കുന്നു, നിങ്ങൾ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു വിശ്വാസി ഉണ്ടെങ്കിൽ അവൻ ശിക്ഷാവിധിയിൽ നിന്ന് അകന്നിരിക്കുന്നവനാണ്. That means from bema seat of Christ you will never be thrown out to hell. അതിന്റെ അർത്ഥം യേശുക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വരുന്ന ആരും നരകത്തിലേക്ക് തള്ളപ്പെടുന്നില്ല. Hallelujah. Hallelujah. So that's why I told you this is not to judge our sins. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിക്കുന്നത്, ഇത് പാപങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശിക്ഷാവിധിയുടെ ന്യായാസനമല്ല. This is just to evaluate or assess or investigate our work on earth. പകരം ഈ ഭൂമിയിൽ നാം ചെയ്തിട്ടുള്ള നമ്മുടെ പ്രയത്നങ്ങളെ പ്രവർത്തികളെ വിലയിരുത്തുവാനായി, കണക്കുകൂട്ടുവാനായി, കണക്കുകൂട്ടി ചിലത് നൽകുവാനായിട്ടുള്ള ഒരു ന്യായവിധിയാണിത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ന്യായത്തോടെ കർത്താവ് ഭൂമിയിൽ വെച്ച് നാം ചെയ്ത ശുശ്രൂഷകളെ, അതിന് ശുശ്രൂഷയ്ക്ക് വേണ്ടി വലിയൊരു ശുശ്രൂഷകനാകണമെന്നൊന്നുമില്ല. നമ്മുടെ നിത്യജീവിതത്തിൽ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുന്നു അതിനെല്ലാത്തിനും പ്രതിഫലം തരാൻ വേണ്ടി മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി ചെയ്തതിൻ്റെയൊക്കെ തുകയെടുത്ത് തൂക്കിയെടുത്ത് അതിനുള്ളത് തരാൻ വേണ്ടി മാത്രമാണ്. ഒരാശ്വാസത്തിൻ്റെ വലിയ ഹല്ലേലൂയ പറയാം. John chapter 3 verse number 18. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വചനം. John chapter 5 verse number 24. യോഹന്നാൻ 5:24. Both these verses say whoever believes in him is not condemned. അവിടെ നാം കാണുന്നു, അവനിൽ വിശ്വസിക്കുന്ന ആർക്കും ശിക്ഷാവിധിയില്ല. Isaiah chapter 43 verse number 25 says, യെശയ്യാവിന്റെ പുസ്തകം 43:25, I am he who blots out transgressions and remembers your sins no more. ഞാൻ നിന്റെ അതിക്രമങ്ങളെ മായ്ച്ചു കളഞ്ഞ് ഇനി നിന്റെ പാപങ്ങളെ ഓർക്കുകയില്ല. First John chapter 1 verse number 9 and 7. 1 യോഹന്നാൻ 1:9-7 വചനങ്ങൾ. Through our confession of sins
and applying of the blood of Jesus, we can receive complete forgiveness today. അവിടെ നാം കാണുന്നു നമ്മുടെ പാപങ്ങളുടെ ഏറ്റുപറച്ചിലൂടെയും യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള തളിക്കലിലൂടെയും നമുക്ക് പരിപൂർണമായ പാപക്ഷമ സ്വീകരിക്കാൻ സാധിക്കും. Hallelujah. Hallelujah. That means daily when we confess our sins to the Lord, He will forgive us. And those sins will not be judged again. അതിന്റെ അർത്ഥം ഓരോ ദിവസവും നാം ചെയ്യുന്ന പാപങ്ങൾ ഏറ്റുപറഞ്ഞ് രക്തത്താൽ കഴുകൽ പ്രാപിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് പാപക്ഷമയുണ്ടാകുന്നു. ആ പാപങ്ങളെ അവിടെ ന്യായം വിധിക്കുന്നില്ല. Hallelujah. Hallelujah. And not only that, Jesus' blood is available even today. അത് മാത്രമല്ല യേശുക്രിസ്തുവിന്റെ രക്തം ഇതിനു വേണ്ടി നമ്മെ സഹായിക്കാൻ നമ്മോട് കൂടെയുണ്ട്. The blood of Jesus, the spiritual blood of Jesus will never coagulate. ഓർക്കുക, യേശുക്രിസ്തുവിന്റെ ആത്മീക രക്തം ഒരിക്കലും ഇവിടെ നിന്ന് മാറിപ്പോയിട്ടില്ല, കട്ട പിടിക്കില്ല. It is always flowing. അത് എല്ലായ്പ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. It will wash us all. It will wash our soul. അത് നമ്മുടെ പ്രാണനെ കഴുകിക്കൊണ്ടിരിക്കുന്നു. Hallelujah. Hallelujah. So we will never be condemned for our sins before the judgment seat of Christ. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വന്നു നിൽക്കുന്ന വിശ്വാസികൾക്ക് അവന്റെ പാപത്തിലുള്ള ശിക്ഷാവിധി അല്ല ഉണ്ടാകാൻ പോകുന്നത്. Say hallelujah. ചേർന്ന് ഹല്ലേലൂയ. 1 Corinthians 11 verse number 31. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വചനത്തിൽ It says, if we judged ourselves, we would not come under judgment. അവിടെ നാം നമ്മെ തന്നെ വിധിച്ചാൽ നാം വിധിക്കപ്പെടുകയില്ല. This is in connection with the Lord's Supper. അത് യേശു കർത്തൃമേശയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണത്. Before we take the bread and wine, before we participate in the cup, we should confess our sins, we should judge ourselves, we should evaluate ourselves, and there everything will be corrected. അവിടെ കർത്താവിൻ്റെ മേശയിലേക്ക് കൈനീട്ടുന്നതിന് മുൻപ്, അപ്പം എടുക്കുന്നതിന് മുൻപ്, വീഞ്ഞെടുക്കുന്നതിന് മുൻപ് നാം നമ്മെ തന്നെ വിധിക്കണം. ഒരു ന്യായവിധി നാം നമ്മെ തന്നെ നടത്തേണം. അങ്ങനെയെങ്കിൽ ഈ ഒരു ശിക്ഷാവിധിയിലൂടെ നാം കടന്നു പോകുകയില്ല. I need not judge others, others need not judge me, but I can judge myself. ഞാൻ മറ്റൊരാളെ വിധിക്കേണ്ട ആവശ്യമില്ല, മറ്റൊരാൾ എന്നെ വിധിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ ഞാൻ എന്നെ തന്നെയാണ് വിധിക്കേണ്ടത്. If I am judging myself, I will not be judged again. ഞാൻ എന്നെ തന്നെ വിധിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇനി മറ്റൊരു ശിക്ഷാവിധിയിൽ ഞാൻ അകപ്പെടുകയില്ല. 1 Corinthians chapter 4 1 കൊരിന്ത്യർ 4-ാം അധ്യായം verses 4 and 5. അതിന്റെ 4-5 വചനങ്ങൾ. Paul says, my conscience is clear, but that does not make me innocent. It is the Lord who judges me. പൗലോസ് പറയുന്നത്, എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല, എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. Therefore judge nothing before the appointed time. Wait until the Lord comes. He will bring to light what is hidden in darkness and will expose the motives of the heart. At that time each will receive their praise from God. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിനു മുൻപേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകൾ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തന് ദൈവത്തിങ്കൽ നിന്ന് പുകഴ്ചയുണ്ടാകും. Hallelujah. Hallelujah. So at the bema seat of Christ, all hidden things will be revealed or exposed. ഓർക്ക് ക്രിസ്തുവിന്റെ ബീമാ ന്യായാസനത്തിന്റെ മുൻപാകെ മറഞ്ഞിരിക്കുന്ന സകല കാര്യങ്ങളും വെളിപ്പെട്ടു വരും. All the secrets in the heart will be revealed. ഹൃദയത്തിനകത്ത് മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ അന്ന് പുറത്ത് വെളിപ്പെട്ടു വരും. Paul clearly tells us that even the motives of our heart will be exposed. പൗലോസ് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ഉദ്ദേശശുദ്ധി പോലും, ആന്തരിക ഉദ്ദേശം പോലും അത് വെളിപ്പെട്ടു വരും. Hallelujah. ഹല്ലേലൂയ. At that time each will receive their praise from God. അന്നത്തെ ആ നാളിൽ ഓരോരുത്തരും അവനവന് വേണ്ട പുകഴ്ചയുണ്ടാകും. Hallelujah. ഹല്ലേലൂയ. That means before the bema seat of Christ, for everything that we do here, if it is with pure correct motives, will be appreciated, will be praised. അതിന്റെ അർത്ഥം ഭൂമിയിൽ ആയിരുന്ന സമയത്ത് ഒരു വിശ്വാസി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെല്ലാം തന്നെ ഉദ്ദേശശുദ്ധിയോടെ ചെയ്തിട്ടുള്ളതാണെങ്കിൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ അവൻ വന്ന് നിൽക്കുന്ന നാളിൽ അന്ന് അവന് ആ പ്രവൃത്തി നിമിത്തമായി ദൈവത്തിൽ നിന്ന് പുകഴ്ചയുണ്ടാകും.
Hallelujah. ഹല്ലേലൂയ. I have heard some believers and ministers complain, I am working a lot of things in Blessing Center, but nobody is appreciating me. ഞാൻ ഇങ്ങനെ ചില പരാതികൾ കേട്ടിട്ടുണ്ട്. ഞാൻ ബ്ലെസ്സിംഗ് സെന്ററിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൂട്ടി, പക്ഷെ ആരും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, പ്രശംസിക്കുന്നില്ല. Nobody is approving me. ആരും എന്നെ കണക്കാക്കുന്നു പോലുമില്ല. But Paul says, don't judge until that day. എന്നാൽ പൗലോസ് പറയുന്നു, ആ നാൾ വരെയും വിധിക്കരുത്. That day you will have an eternal appreciation from the Lord and Master Jesus എന്നാൽ Christ. ആ വരാൻ പോകുന്ന ദിവസത്തിൽ വിശ്വാസിയെ നിനക്ക് എന്നും എന്നേക്കുമുള്ള നിത്യതയിലുള്ള പ്രശംസ ആ നാളിൽ പുകഴ്ചയുണ്ടാകും. So even if you are not getting an appreciation today, right now, don't bother. അതുകൊണ്ട് ഇന്നും നിങ്ങൾക്കൊരു പ്രശംസ ഈ ഭൂമിയിലുള്ള മനുഷ്യരിൽ നിന്നോ സഭയിൽ നിന്നോ ലഭിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ അതിനെ ഗൗരവമായി എടുക്കരുത്, വേദനിക്കരുത്. The real appreciation and reward is on the way. ഓർക്കുക, യഥാർത്ഥത്തിലുള്ള പുകഴ്ചയും പ്രതിഫലവും വരുന്നതേയുള്ളൂ. God have fixed a day for that. അതിനുവേണ്ടി ദൈവം ഒരു ദിവസം നിയമിച്ചു So വെച്ചിരിക്കുകയാണ്. don't judge among yourselves before that. അതിനു മുൻപായിട്ട് നിങ്ങൾ പരസ്പരം ഇടയ്ക്ക് വിധിക്കേണ്ട ആവശ്യമില്ല. One thing I want to stress is this: God will even expose the motives of our heart. ഞാൻ ഒരു കാര്യം ഉയർത്തിക്കാട്ടി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അന്നത്തെ നാളിൽ ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ ആന്തരിക ഉദ്ദേശം പോലും ദൈവം ആ നാളിൽ വെളിപ്പെടുത്തും. Paul says some people preach the gospel because of envy. പൗലോസ് പറയുന്ന ചില ആളുകൾ അസൂയ നിമിത്തം സുവിശേഷം പ്രസംഗിക്കുന്നു. Some people preach the gospel because of competition. എന്നാൽ ചില ആളുകളാകട്ടെ മത്സരം നിമിത്തം സുവിശേഷം പ്രസംഗിക്കുന്നു. Some people preach the gospel because of real motive of love എന്നാൽ for the ചില Lord. ആളുകൾ പ്രസംഗിക്കുന്നതാകട്ടെ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിന്റെ ആഴത്തിൽ നിന്നിട്ടാണ്. In the last 7-day fasting, Brother Sajith gave an illustration. കഴിഞ്ഞ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ബ്രദർ സജിത്ത് ഒരു ചിത്രീകരണം പറഞ്ഞിരുന്നു. That really touched me. അത് എന്നെ വളരെയധികം സ്പർശിച്ചു. I just want to mention that here. അത് ഒരിക്കൽ കൂടെ ആവർത്തിക്കുവാനായി ഞാൻ താല്പര്യപ്പെടുന്നു. Many years back, there was a great worship leader. ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ് ഒരു മഹാനായ ഒരു വർഷിപ്പ് ലീഡർ, ആരാധന നയിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. And he had formed a very good choir. അദ്ദേഹം ഒരു വളരെ ഭംഗിയായിട്ടുള്ള ഒരു കൊയർ അദ്ദേഹം A lot രൂപപ്പെടുത്തി. of female voices and male voices. ഒത്തിരി പെൺകുട്ടികളുടെ ശബ്ദം അതുപോലെ ആൺകുട്ടികളും ഉള്ളതായ മനോഹരമായിട്ടുള്ള ഒരു കൊയർ. And so many musical instruments. ഒത്തിരി അധികം സംഗീത ഉപകരണങ്ങളും നിരത്തി വച്ചിരിക്കുന്നു. And people considered this as the best in the city. അതുമാത്രമല്ല, ജനങ്ങൾ കരുതി ആ പട്ടണത്തിലെ ഏറ്റവും നല്ല ദൈവിക സംഗീത ആരാധന നയിക്കുന്നവർ ഇവരാണ്. When this worship leader was leading worship and when the choir was singing, all people enjoyed the worship, singing, dancing, shouting and screaming to the Lord. ആ സമയത്ത് ജനങ്ങൾ ആ സമയത്ത് വർഷിപ്പ് ലീഡർ ആരാധന നയിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സകല ജനങ്ങളും ആരാധിക്കുകയും സന്തോഷിക്കുകയും നൃത്തം ചവിട്ടുകയും ഒക്കെ ചെയ്യുകയായിരുന്നു. One day they planned to conduct a live mega worship concert. ഒരു ദിവസം അവർ ഒരു പദ്ധതിയിട്ടു, ഒരു ലൈവ് ആയിട്ടുള്ള ഒരു വർഷിപ്പ് കോൺസെർട്ട് അവർ പദ്ധതിയിട്ടു. And for that mega event they practiced for 1 year. അതിനു വേണ്ടിയിട്ട് അവർ ഒരു വർഷത്തോളം പരിശീലനം നടത്തി. Everything was made perfect. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് അവർ ചെയ്തു. But on the previous day, the one day before the concert, the worship leader died. എന്നാൽ അതിന് തൊട്ട് മുമ്പുള്ള ദിവസം ആ വർഷിപ്പ് ലീഡർ മരണമടഞ്ഞു. And the worship leader reached heaven. വർഷിപ്പ് ലീഡർ ഇപ്പോൾ സ്വർഗ്ഗത്തിലെത്തിയിരിക്കുകയാണ്. And he was very sad in the beginning. അവിടെ നിന്ന സമയത്ത് അദ്ദേഹത്തിന് വളരെ ദുഃഖമായി. Because he had invested time and energy for 1 whole year, but he could not be there for the concert. എന്നാൽ കാരണം അദ്ദേഹം ഒരു വർഷം മുഴുവൻ അദ്ദേഹത്തിന്റെ ശക്തിയും ഊർജവും എല്ലാം ആ പരിശീലനത്തിന് വേണ്ടി താൻ ഉപയോഗിച്ചു. പക്ഷേ ആ ദിവസം വന്നപ്പോൾ അദ്ദേഹത്തിന് അവിടെ സന്നിഹിതനാകാൻ സാധിച്ചിട്ടില്ല. So reaching heaven, the worship leader pleaded with the Lord Jesus, Lord, anyway I am here, I am not there to be a part of the great concert. Will you give me a chance to watch and listen the concert from here?
അപ്പോൾ ആ സമയത്ത് ദൈവത്തോട് ഈ വേർഷിപ്പ് ലീഡർ പറഞ്ഞു, ഏതായാലും എനിക്ക് ഭൂമിയിൽ ആ വേർഷിപ്പ് ലീഡിംഗ് നടക്കുന്ന സ്ഥലത്ത് പോകാനായി സാധിച്ചില്ല, പക്ഷെ ഇവിടെ നിന്നുകൊണ്ട് അവിടെ നടക്കുന്ന ആ ആരാധനാ സന്ദർഭം എനിക്കൊന്ന് കാണാൻ ഒരു അവസരം തരാമോ? Jesus said, okay, no problem. യേശു പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഇവിടെ നിന്ന് കാണാമല്ലോ. The next day came. അടുത്ത ദിവസം വന്നു. People are coming. ജനങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. Everything is set up. എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നു. They are tuning, ting, 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 ting. ഗിറ്റാറുകൾ ടിൻ 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 ടിൻ, Tong, 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 tong. ഡ്രംസ് ടൺ ടൺ ടൺ, Everything is set up. എല്ലാ കാര്യങ്ങളും സെറ്റ് With the ചെയ്യുന്നു. opening prayer, it started blasting. ഇപ്പോൾ ആദ്യത്തെ പ്രാരംഭ പ്രാർത്ഥന തന്നെ വെടിപൊട്ടുന്ന രീതിയിൽ തുടങ്ങിയിരിക്കുകയാണ്. As he was looking from heaven, all the people, the whole crowd was jumping and dancing and praising God in the anointing. അവിടെ അദ്ദേഹം സ്വർഗത്തിൽ നിന്ന് നോക്കുന്ന സമയത്ത് അവിടെയുള്ള സകല ജനങ്ങളും ചാടുന്നു, തുള്ളുന്നു, ദൈവത്തെ ആരാധിക്കുന്നതായിട്ട് താൻ കണ്ടു. But he was shocked. പക്ഷെ അദ്ദേഹം ആകെ അത്ഭുതപ്പെട്ടു പോയി. Because of one thing. ഒരു കാര്യം നിമിത്തമായിരുന്നു. There was some problem with the sound system. എന്തോ സൗണ്ട് സിസ്റ്റത്തിന് എന്തോ പ്രോബ്ലം സംഭവിച്ചിരിക്കുന്നു. Because from heaven he could hear only 2 female voices and 1 male voice. കാരണം സ്വർഗത്തിൽ ഇരുന്നിട്ട് അത്രയും ആയിരക്കണക്കിന് ജനങ്ങളുടെ ശബ്ദത്തിനിടയിൽ നിന്ന് പുള്ളിക്ക് രണ്ട് സ്ത്രീകളുടെയും കൊയറിൽ നിന്ന് 2 സ്ത്രീകളുടെയും ഒരു പുരുഷന്റെയും ശബ്ദം മാത്രമേ സ്വർഗത്തിൽ കേൾക്കുന്നുള്ളൂ. And from the instrument side he could hear only a violin's voice and a guitar's voice. No other instrument is heard. ഇനി സംഗീതോപകരണങ്ങൾ വായിക്കുന്നവരുടെ കൂട്ടത്തിലാണെങ്കിൽ ഒരു ഗിറ്റാറിന്റെ ഒരു ചെറിയ ശബ്ദം, നേർത്ത ശബ്ദം, വയലിന്റെയും അതുപോലെ തന്നെ ഗിറ്റാറിന്റെയും ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. ബാക്കി ഒരു സംഗീതോപകരണത്തിന്റെ ശബ്ദവും കേൾക്കുന്നില്ല. He was so upset. അദ്ദേഹത്തിന് വളരെയധികം ദുഃഖമായി. Some problem with the sound. അയ്യോ, ആ സൗണ്ട് സിസ്റ്റത്തിൽ ഇരിക്കുന്ന ആൾക്ക്, സൗണ്ട് എഞ്ചിനീയറിന് എന്തോ പ്രശ്നമുണ്ട്. As he was panicking, അദ്ദേഹം ഇങ്ങനെ വല്ലാതെ ഭീതിയിലായിരിക്കുമ്പോൾ he asked Jesus, why people are enjoying, they are jumping and dancing and worshiping, but I can hear only a few voices here. അപ്പോൾ ഇദ്ദേഹം വർഷിപ്പ് ലീഡർ യേശുവിനോട് ചോദിച്ചു, ജനങ്ങൾ ഇത്രയും ആർത്തിരമ്പി ആരാധിക്കുകയും തുള്ളുകയും ചാടുകയും ഒക്കെ ചെയ്തിട്ടും ഇത്രയും ബഹളമയമായിട്ടും എനിക്ക് അവിടെ നിന്ന് 3 പേരുടെ ശബ്ദവും 2 സംഗീതോപകരണത്തിന്റെ ശബ്ദമല്ലേ കേൾക്കാൻ പറ്റുന്നുള്ളൂ, എന്തു പറ്റി? Then Jesus said, അപ്പോൾ യേശു പറഞ്ഞു, in heaven the voices of people who sing with their heart only will be heard. യേശു പറഞ്ഞു, സ്വർഗത്തിൽ ഹൃദയത്തിൽ നിന്ന് ആരാധിക്കുന്നവരുടെ ശബ്ദം മാത്രമേ സ്വർഗത്തിൽ എത്തിച്ചേരുകയുള്ളൂ. And those who are playing instruments with their heart will be heard here. Other sounds will be heard in earth but not in heaven. അതുമാത്രമല്ല, സംഗീതോപകരണങ്ങൾ വായിക്കുന്നവർ പോലും ഹൃദയപൂർവം വായിക്കുന്നവർ, ഹൃദയത്തിൽ നിന്ന് വായിക്കുന്നവരുടെ മാത്രമേ ഇവിടെ കേൾക്കുകയുള്ളൂ. അല്ലാത്തവരുടെ ശബ്ദമെല്ലാം ഭൂമിയിൽ മാത്രമേ കേൾക്കുകയുള്ളൂ. Then he asked, so what about the other singers? അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അങ്ങനെയെങ്കിൽ മറ്റുള്ള പാട്ടുകാരുടെ സ്ഥിതി എന്താണ്? Other instrumentalists. മറ്റ് സംഗീതോപകരണക്കാരുടെ അവസ്ഥ? Jesus said they are playing well musically, but they are doing it for a performance. എന്നാൽ യേശു പറഞ്ഞു, അവർ വളരെ നന്നായി സംഗീതോപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്, but they are doing it only for a performance. എന്നാൽ അതൊരു പ്രകടനമായിട്ട് മാത്രമാണ് അവരത് ചെയ്യുന്നത്. People are enjoying, but such music or singing will not touch heaven. ജനങ്ങൾ അത് ആസ്വദിക്കുന്നുണ്ട്, പക്ഷെ അത്തരത്തിലുള്ള സംഗീതങ്ങൾ ഒരിക്കലും എൻ്റെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരുന്നില്ല. When we stand before the bema seat of Christ, യേശുക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ ഇതുപോലെ നാം നിൽക്കുമ്പോൾ our motives will be exposed. നമ്മുടെ ആന്തരിക ഉദ്ദേശ ശുദ്ധി അന്ന് വെളിപ്പെട്ടു വരും. So when you serve in a blessing center, നിങ്ങൾ ഒരു ബ്ലെസ്സിംഗ് സെന്ററിൽ ശുശ്രൂഷിക്കുമ്പോൾ, when you and I do ministry in the church, സഭയിൽ നിങ്ങളും ഞാനും ശുശ്രൂഷിക്കുമ്പോൾ, always look into your heart.
always we have to look into our heart. ഓർക്കുക, എല്ലായ്പ്പോഴും നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് നാം നോക്കണം. Are we really serving the Lord? നാം യഥാർത്ഥത്തിൽ കർത്താവിനെ സേവിക്കുന്നുണ്ടോ? Or is it to compete with someone? അല്ലെങ്കിൽ ആരോടെങ്കിലുള്ള മത്സരത്തെ പ്രതിയാണോ നാം ഈ കാര്യങ്ങൾ Or ചെയ്തുകൊണ്ടിരിക്കുന്നത്? is it because of jealousy for someone? മറ്റൊരാളോടുള്ള അസൂയ നിമിത്തം കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുകയാണോ? Or is it a show business? അല്ലെങ്കിൽ അത് മറ്റുള്ളവരെ ഒന്ന് ഷോ ചെയ്യാൻ വേണ്ടിയിട്ടാണോ? Is it just a performance? അല്ലെങ്കിൽ അതൊരു പ്രകടനമായിട്ടാണോ ചെയ്യുന്നത്? Or are we really committed to the Lord and are we doing it from the heart with love? അതോ നാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സ്നേഹത്തിൽ, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്നിട്ടാണോ നാം ശുശ്രൂഷകൾ ചെയ്യുന്നത്? തല ഒന്ന് കുടഞ്ഞേ, നന്നായിട്ട് കുടയും. ഹല്ലേലൂയ. നമ്മൾ ബൈബിൾ വായിക്കുന്നത് കുടുംബ പ്രാർത്ഥന. ചിലർക്ക് ഒരു 4-5 വീട്ടുകാരെയും കൂടി കേൾപ്പിക്കാൻ വേണ്ടി ഉറക്കെ അങ്ങ് പ്രാർത്ഥിക്കും, ഭക്തരാണെന്ന് കാണിക്കാൻ. ഇതൊന്നും അവിടെ എത്തൂല. ഒരു പക്ഷെ പല്ലി ചിലച്ചേക്കാം ഉള്ളിരുന്നുണ്ട് ഈ ഒച്ചയൊക്കെ കേട്ടിട്ട്. എലി ഓടിയേക്കാം, ആളുകളും പേടിച്ചേക്കാം വെടിപൊട്ടുന്ന ശബ്ദത്തിലുള്ള പ്രാർത്ഥന കേട്ടിട്ട്. പക്ഷെ അവിടെ എത്തണമെന്നുണ്ടോ? ഹാർട്ടിൽ നിന്നില്ലാത്ത ഒന്നും അവിടെ എത്തുന്നില്ല. ഞടുക്കത്തോടൊരു ഹല്ലേലൂയ പറ. So before the bema seat of Christ, all the motives of heart will be revealed. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ നമ്മുടെ ഹൃദയത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെല്ലാം തന്നെ അന്ന് വെളിപ്പെട്ടു വരും. How is a believer's life going to be judged there? എങ്ങനെയാണ് ഒരു വിശ്വാസിയുടെ ജീവിതം ന്യായം വിധിക്കപ്പെടുവാൻ പോകുന്നത്? Let's read 1 Corinthians chapter 3. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് വരിക. 9 up to 15. അതിന്റെ 9 മുതൽ 15 വരെയുള്ള വേദഭാഗങ്ങൾ. For we are God's fellow workers. You are God's field. You are God's building. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം. According to the grace of God which was given to me as a wise builder, I have laid the foundation and another builds on it, but each one take heed how he builds. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു, താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. So Paul says, as an apostle, according to the grace God has given me, I laid a foundation. പൗലോസ് ഇപ്പോൾ പറയുന്നു, ഒരു അപ്പസ്തോലൻ എന്ന നിലയിൽ ദൈവം എനിക്ക് തന്ന കൃപയ്ക്കൊത്തവണ്ണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. Hallelujah. Hallelujah. Because apostles receive an extra grace, an apostolic governance and wisdom to lay a beautiful foundation according to the architecture of God. ഓർക്കുക, അപ്പസ്തോലന്മാർ എന്ന് പറയുന്ന വിഭാഗക്കാർ അവർ ദൈവത്തിന്റെ പ്രത്യേക കൃപയും ജ്ഞാനവും ഉള്ളതായിട്ട് പ്രത്യേകമായി ദൈവ നിയോഗത്താൽ അടിസ്ഥാനങ്ങളിട്ട് പ്രധാന ശില്പികളായി മാറുവാൻ കൃപ സിദ്ധിച്ചവരാണ്. And upon that apostolic foundation, each one of us, we are building. ആ ഒരു അപ്പസ്തോലൻ ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്റെ മുകളിലാണ് ഓരോ വ്യക്തികളും പണികൾ കെട്ടിപ്പൊക്കുന്നത്. Are you there? നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടോ? Hallelujah. Hallelujah. So apostle came and laid the foundation. ഓർക്കുക, ഒരു അപ്പസ്തോലൻ വന്ന് അവിടെ ഒരു ദേശത്ത് ഒരു അടിസ്ഥാനം ഇടുന്നു. Suppose an apostle came and laid the foundation of a house. ഓർക്കുക, ഒരു അപ്പസ്തോലൻ വന്നിട്ട് അവിടെ ഒരു വീടിനുള്ള അടിസ്ഥാനമാണ് ഇട്ടിരിക്കുന്നത് എന്നൊന്നും കരുതുക. But you are building upon the foundation every wall. എന്നാൽ ആ ഒരു അടിസ്ഥാനത്തിന്റെ മേലുള്ള ഓരോ തൂൺ, ഓരോ മതിലുകളും പണിയുന്നത് നിങ്ങളാണ്. Verse number 11. For no other foundation can anyone lay than which is laid, which is Jesus Christ. അവിടെ എഴുതിയിരിക്കുന്ന വായിക്കുക, യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ എന്താണ് അടിസ്ഥാനം? എന്താണ് അടിസ്ഥാനം? ഉറക്കെ പറ. അടുത്ത ആളോട് പറയുക, അടിസ്ഥാനം എന്ന് പറയുന്നത് യേശുവാണ്. അടിസ്ഥാനം എന്ന് പറയുന്നത് യേശുവാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ പൗലോസ് വന്നിട്ട് ഒരു അടിസ്ഥാനം ഇട്ടു. എന്താണ് അടിസ്ഥാനത്തിന്റെ പേര്? യേശു. യേശു എന്ന അടിസ്ഥാനത്തിന്റെ മേലാണ് നമ്മുടെ ജീവിതം, ശുശ്രൂഷ,
ഓരോ ദിവസവും നമ്മളിങ്ങനെ കെട്ടിപ്പോക്കുന്നത്. ഹല്ലേലൂയ. അടിക്കുവാണെങ്കിൽ അങ്ങ് ശരിക്കും അടിക്കുക. Verse number 12. Now, if anyone builds on this foundation with gold, silver, precious stones, wood, hay, straw, each one's work will become clear, for the day will declare it, because it will be revealed by fire, and the fire will test each one's work of what sort it is. 12-13 വചനങ്ങൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന് വായിക്കാമോ? ആ അടിസ്ഥാനത്തിന്റെ മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. 13. ആ ദിവസം അതിനെ തെളിവാക്കും, അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. എല്ലാവരും പറഞ്ഞ തീ. തീ. നൂടെ തീ. നീട്ടി പറ. തീ. 14. If anyone's work which he has built on it endures, he will receive a reward. 14. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കും എങ്കിൽ അവന് പ്രതിഫലം കിട്ടും. If anyone's work is burnt, he will suffer loss, but he himself will be saved, yet so as through fire. എന്നാൽ ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. Everybody shout and scream, fire test. എല്ലാവരും ഉറക്കെ കൈയൊന്ന് ഉയർത്തിക്കേ, ഉറക്കെ പറയാമോ? തീയുടെ പരിശോധന. തീ കൊണ്ടുള്ള പരിശോധന. തീ കൊണ്ടുള്ള പരിശോധന. ഉറക്കെ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ യേശു കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ ഹാജരായി നിൽക്കുകയാണ്. എങ്ങനെയാ ഇത് എന്താ പരിശോധിക്കാൻ പോകുന്നേ? പാപം ചെയ്തിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളതല്ല, അതെല്ലാം തീർന്നു, ഭൂമിയിൽ വെച്ച് തന്നെ റെഡി ആയിട്ട് അവിടെ ചെല്ലുന്നേ. പിന്നെ എന്താ പരിശോധിക്കാൻ പോകുന്നേ? നമ്മുടെ പ്രവർത്തികൾ. പറഞ്ഞേ, ഭൂമിയിൽ ചെയ്ത ശുശ്രൂഷകൾ, അതിൻ്റെയാണ് വിധി നടക്കാൻ പോകുന്നത്. എങ്ങനെയാ ഇത് നല്ലതാണോ ചീത്തയാണെന്ന് അറിയാൻ പോകുന്നത്? ഇവിടെ നോക്ക്, ഒരു തീ ഇങ്ങ് വന്ന് അതിനെ ടെസ്റ്റ് ചെയ്യും. ട്രാൻസ്ലേഷൻ ഇല്ല അതിന്. എങ്ങനെയാ പരിശോധിക്കാൻ പോകുന്നേ? ഉറക്കെ പറ കുഞ്ഞുങ്ങൾ. നൂറ്റാണ്ടുകളായി വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളൊരു വചനഭാഗമാണിത്. ഇതിനെ ബേസ് ചെയ്ത് ഒത്തിരി വികലമായ പഠിപ്പിക്കലുകൾ ഉണ്ടായിട്ടുണ്ട്. ചിലർ ഇങ്ങനെ വരെ പറഞ്ഞു വെച്ചു, നേരെ ചൊവ്വേ ശരിയാകാത്തതുങ്ങളൊക്കെ കൊണ്ട് കുറേ നാൾ തീയിലിട്ട് അവിടെ കിടന്ന് കുറേ വർഷങ്ങൾ, 20 വർഷം 25 വർഷം, ചിലപ്പോൾ കൂടുതൽ പാവികളാണെങ്കിൽ ഒരു 250 കൊല്ലമൊക്കെ അവിടെ ഇട്ട് കത്തിച്ച് ശരിയാക്കി എടുത്ത ശേഷം സ്വർഗത്തിലോട്ട് പ്രൊമോഷൻ കൊടുത്തു വിടും എന്നുവരെ ചില ഡിനോമിനേഷനുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. But we have to interpret this with word. എന്നാൽ ഇതിനെ നാം ദൈവവചനത്താൽ തന്നെയാണ് വ്യാഖ്യാനിക്കേണ്ടത്. I told you there will be no judgment upon any sin there. ഓർക്കുക, ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, അവിടെ ഈ ന്യായാസനത്തിന്റെ മുൻപാകെ പാപങ്ങൾക്ക് വേണ്ടി ഒരു ശിക്ഷാവിധി കൽപ്പിക്കപ്പെടുന്നില്ല. But we are going to be judged or tested by fire only in connection with our service to the Lord or ministry or work to the Lord. എന്നാൽ തീ കൊണ്ടുള്ള പരിശോധന സാധ്യമാകുന്നത്, തീ കൊണ്ടുള്ള പരിശോധന നടപ്പാക്കുന്നത് പാപങ്ങളുടെ കാര്യത്തിലല്ല, ഈ ഭൂമിയിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത പ്രവൃത്തികളുടെ കാര്യത്തിലാണ് പരിശോധന നടക്കാൻ പോകുന്നത്. സന്തോഷ വാർത്ത പറയും, ഈ തീ വരുന്നത് നമ്മുടെ മേലല്ല, നമ്മുടെ പ്രവൃത്തികളുടെ മേലാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ തീ എന്താണെന്ന് ഞാൻ പിന്നെ പറയാം. ഒന്ന് ചിന്തിച്ചു തുടങ്ങിക്കോ, തീ എന്തായിരിക്കും? ഈ തീ ചിന്തിച്ചു തുടങ്ങിക്കോ, ഞാൻ ചോദിക്കും, അപ്പോൾ ഉത്തരം പറയണം. Now, when the fire comes, sometimes the fire will
burn or consume all the work. തീ വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്നത് തീ സകലത്തെയും ദഹിപ്പിച്ചു കളയും, എരിച്ചു കളയും. But that man will be saved. എന്നാൽ ആ മനുഷ്യൻ രക്ഷ പ്രാപിക്കും. The fire will not touch that man. ആ മനുഷ്യനെ തീ തൊടുകയില്ല. Because he is a saved man. കാരണം അവൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. Only the work will be consumed. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ മാത്രമാണ് തീ കൊണ്ടുള്ള പരിശോധനയിൽ എരിഞ്ഞു പോകുന്നത്. Hallelujah. ഹല്ലേലൂയ. But because of the strong foundation. കാരണം ശക്തമായ അടിസ്ഥാനത്തിൽ ആ മനുഷ്യൻ നിന്നതുകൊണ്ട്. What is the foundation? എന്തായിരുന്നു അടിസ്ഥാനം? Jesus Christ. യേശുക്രിസ്തു. That is his basic faith. അതായിരുന്നു അദ്ദേഹത്തിന്റെ അടിസ്ഥാനപരമായ വിശ്വാസം എന്നുള്ളത്. So always remember, I declare that Christ the foundation will never move or change, and you are standing on that foundation. അതുകൊണ്ട് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കട്ടെ, യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തെ ആർക്കും ചലിപ്പിക്കുവാനോ എടുത്തു മാറ്റുവാനോ സാധ്യമല്ല. അത്രയും ശക്തമായ അടിസ്ഥാനത്തിന്റെ മുകളിലാണ് ഒരു വിശ്വാസി തന്റെ ജീവിതം കെട്ടിപ്പടുത്തുന്നത്. Hallelujah. ഹല്ലേലൂയ. So the test is coming upon our ministry, our work, whatever we are doing on earth. അതുകൊണ്ട് ഈ പറഞ്ഞ തീ കൊണ്ടുള്ള പരിശോധന വരുന്നത് നമ്മുടെ ശുശ്രൂഷയുടെ മേലാണ്. നമ്മുടെ ശുശ്രൂഷയുടെ പ്രവൃത്തികൾ ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ നാം ചെയ്ത പ്രവൃത്തികളുടെ മേലാണ്. Everybody say fire test. എല്ലാവരും ഉറക്കെ പറയാമോ? തീ കൊണ്ടുള്ള പരിശോധന. In 4 areas mainly it will be tested. ഓർക്കുക, 4 പ്രധാനപ്പെട്ട മേഖലകളിലാണ് പ്രധാനമായിട്ടും പരിശോധനകൾ നടക്കുന്നത്. Number 1, quality. ഒന്നാമത്തെ പരിശോധന എഴുതുക, ഗുണമേന്മ. Hallelujah. ഹല്ലേലൂയ. Meaning the quality of our service to the Lord will be checked. അതിന്റെ അർത്ഥം കർത്താവിന് വേണ്ടി ചെയ്തിട്ടുള്ള ശുശ്രൂഷയുടെ ഗുണനിലവാരത്തെ പരിശോധിക്കും. What sort of work did we do for the Lord? ഏത് തരത്തിലുള്ള പ്രയത്നമാണ് നിങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്തത്? The quality and nature of the work will be tested. നിങ്ങളുടെ ശുശ്രൂഷയുടെ മൂല്യവും അതുപോലെ സ്വഭാവവും അന്ന് നിർണയിക്കപ്പെടും. Say hallelujah. ഹല്ലേലൂയ. So Paul was saying, upon the foundation you can use different materials. പൗലോസ് പറയുന്നത്, ഈ അടിസ്ഥാനം ഇട്ടിരിക്കുന്ന ഈ അടിസ്ഥാനത്തിന്റെ മേൽ പണിയുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വ്യത്യസ്തമായ വസ്തുക്കൾ ഉപയോഗിക്കാം. 6 materials are mentioned there. ഇവിടെ ഈ കൊരിന്ത്യർക്ക് എഴുതിയുള്ള ലേഖനത്തിൽ 6 വസ്തുക്കളെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. Which are they? Gold, silver, precious stones. എന്തൊക്കെയാണ്? സ്വർണം, വെള്ളി, വിലയേറിയ കല്ലുകൾ, Then wood, hay, straw. അതിനുശേഷം മരം, പുല്ല്, വൈക്കോൽ. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, സ്വർണം, വെള്ളി, വിലയേറിയ കല്ല്, പിന്നെന്തൊക്കെ ഉപയോഗിക്കും പണിയാൻ വേണ്ടിയിട്ട്. അടിസ്ഥാനം ഏതാ? യേശു കർത്താവ്. ഇതിൻ്റെ മുകളിലോട്ട് പണിയാൻ, വീട് പണിയാൻ പലതരം വസ്തുക്കൾ ഉപയോഗിക്കാം. നമ്മളിവിടെ സിമെൻറ്റ് ബ്രിക്സ് വെച്ച് പണിയാറുണ്ട്, പിന്നെ മണ്ണുകൊണ്ടുണ്ടാക്കിയ ചുവന്ന ഇഷ്ടി കൊണ്ട് പണിയാറുണ്ട്, ശരി, ഹോളോ ബ്രിക്സ് കൊണ്ട് പണിയാറുണ്ട്, പിന്നെ പലക അടിച്ചും വേണമെങ്കിൽ പണിയാം, പാട്ട അടിച്ചും പണിയാം, ശരിയല്ലേ? പല രീതിയിൽ വീട് പണിയാം. ഇതുപോലെ നമ്മുടെ ശുശ്രൂഷ പല മെറ്റീരിയൽ കൊണ്ട് പണിയാം. ഏതൊക്കെയാണ്? സ്വർണം, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ. 6 മെറ്റീരിയൽ ഉപയോഗിക്കാം. ഓക്കെ, ഇതിനനുസരിച്ചാണ് ഇത് നിലനിൽക്കില്ല എന്നുള്ളതാണ് അവിടെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ വി ക്യാൻ ക്ലാസിഫൈ ദം ഇൻടു 2. അതുകൊണ്ട് ഇതിനെ നമുക്ക് 2 വിഭാഗങ്ങളിലായിട്ട് തിരിക്കാം. നമ്പർ 1, ഗോൾഡ്, സിൽവർ, precious stones. അതിൽ ഒന്നാമത്തെ വിഭാഗത്തിൽ നമുക്ക് സ്വർണം, വെള്ളി, വിലയേറിയ കല്ല് എന്നിവയെ ഉൾപ്പെടുത്താം. Second one, wood, hay, straw. എന്നാൽ രണ്ടാമത്തെ വിഭാഗത്തിൽ മരം, പുല്ല്, വൈക്കോൽ അതിനെ ഉൾപ്പെടുത്താം. So how can we separate them into 2? ഇവരെ എങ്ങനെയാണ് നമുക്ക് 2 വിഭാഗങ്ങളിലായിട്ട് തരംതിരിക്കാൻ സാധിക്കുന്നത്? Just put them in fire. അവരെ 2 കൂട്ടരെയും തീക്കകത്തൊട്ടിട്ടാ മതി. You will understand which will remain, which will not remain. ഈ 6 കാര്യങ്ങളിൽ ഏതെല്ലാം കാര്യങ്ങൾ നിലനിൽക്കും, ഏതെല്ലാം കാര്യങ്ങൾ നിലനിൽക്കില്ല, അതിനനുസരിച്ച് അത് 2 വിഭാഗമാകും. Look here. ദയവായി ശ്രദ്ധിക്കാമോ? When the fire comes, തീ വന്നു വരുമ്പോൾ the first group, ആദ്യത്തെ വിഭാഗം, which are they? സ്വർണം, വെള്ളി, Gold, silver and precious stones. സ്വർണം, വെള്ളി, വിലയേറിയ കല്ലുകൾ. They will not be consumed. അത് ഒരിക്കലും എരിഞ്ഞു പോകുന്നില്ല, കത്തി നശിക്കുന്നില്ല. But the second group, എന്നാൽ രണ്ടാമത്തെ വിഭാഗം, which are they? എന്തൊക്കെയാണ്? Wood, hay, straw, മരം, പുല്ല്, വൈക്കോൽ will be completely consumed. അത് പരിപൂർണമായിട്ടും നാമാവശേഷമാകും, ചാരമായി പോകും. Hallelujah. ഹല്ലേലൂയ. Gold,
silver, precious stones, these things are found in small quantities. ഓർക്കുക, സ്വർണം, വെള്ളി, വിലയേറിയ കല്ല് എന്ന് പറയുന്ന ഈ വിഭാഗത്തിലുള്ള വസ്തുക്കൾ അത് ചെറിയ അളവിലാണ് കാണപ്പെടുന്നത്. How many kilograms of gold do you have in your house? നിങ്ങളുടെ വീട്ടിൽ എത്ര കിലോഗ്രാം സ്വർണം ഇരിപ്പുണ്ട്? കിലോഗ്രാം ഒന്നുമില്ല ബ്രദറെ, എല്ലാം കൂടി തപ്പിപ്പൊറിക്കും ഒരു 8 പവൻ കാണും, അത്രേ ഉള്ളൂ, ഗ്രാമേ ഉള്ളൂ. Because they are precious and valuable. കാരണം അത്രേ ഉള്ളൂന്ന് പറയാൻ കാരണം അത് വിലയേറിയതാണ്, അതിന് മൂല്യമുള്ളതുകൊണ്ടാണ്. But what about the other category, wood, hay, straw? എന്നാൽ മറ്റ് കാറ്റഗറി, മറ്റ് വിഭാഗം, മരം, പുല്ല്, വൈക്കോലിന്റെ കാര്യം എന്താണ്? How many kilograms of wood you have in your house? നിങ്ങളുടെ വീട്ടിൽ എത്ര കിലോഗ്രാം മരം ഇരിപ്പുണ്ട്? Not kilograms, brother, I have tons of wood. എന്റെ ബ്രദറെ, വാതിലിന്റെ ജലന്റെ കണക്കൊക്കെ എടുത്ത് നോക്കിയ ടൺ കണക്കിന് മരമുണ്ട്. And what about straw and hay? ഇനി ഇപ്പോൾ വൈക്കോലിന്റെ കാര്യത്തിൽ, പുല്ലിന്റെ കാര്യത്തിൽ എന്താണ്? 200 രൂപ ഒക്കെ വേണമെങ്കിൽ ഒരു വൈക്കോൽ തുറു കിട്ടും, വലിയൊരു, ശരിയാണോ? അത്രയും വേണേ കിട്ടും. ബിഗ് തിങ്സ്. പുല്ല് എത്ര കിട്ടും? പുല്ലിന് ഇത്ര വലിയ കാശാറ്റാണോ? 1000 രൂപ ഉണ്ടെങ്കിൽ 1 ഏക്കറിലിടാവുന്ന പുല്ല് ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും. അതുപോലെ മല പോലെ കൂട്ടിയിടാം. But when the fire comes, എന്നാൽ തീ വന്ന് പരിശോധിക്കുമ്പോൾ it will be a test of quality. അത് അതിന്റെ ഗുണമേന്മയെ പരിശോധിക്കും. Quantity is important to God. ഓർക്കുക, വലിപ്പം, അളവിലുള്ള വലിപ്പം ദൈവത്തിന് പ്രാധാന്യമുള്ളവ തന്നെയാണ്. But quality is more important to God. എന്നാൽ ഗുണനിലവാരം ദൈവത്തെ സംബന്ധിച്ച് അതിനേക്കാൾ പ്രാധാന്യത കൊടുക്കുന്നതാണ്. Hallelujah. ഹല്ലേലൂയ. If you put gold in fire, നിങ്ങൾ സ്വർണത്തെ തീക്കകത്തോട്ടിട്ടാൽ it will not be consumed. അതൊരിക്കലും എരിഞ്ഞു പോകുകയില്ല. It may melt. പകരം അത് ഉരുകും. But in that process, all the impurities will be burnt off and it will be more pure. എന്നാൽ ഓരോ പ്രാവശ്യം സ്വർണം ഉരുകുന്തോറും സ്വർണത്തിന്റെ അയിരിനകത്തുള്ള അശുദ്ധികൾ പുറത്തേക്ക് പോയി സ്വർണം കൂടുതൽ ശുദ്ധതയുള്ളതായി മാറും. Shout hallelujah. ചേർന്ന് ഹല്ലേലൂയ. What about silver? എങ്ങനെയാണെങ്കിൽ വെള്ളിയുടെ കാര്യമോ? Same thing will happen. അതേ സംഭവം തന്നെയാണ് It may സംഭവിക്കുന്നത്. melt, but the impurities will be consumed. It will become more pure. ഓർക്കുക, അതും ഉരുകി അതിന്റെ അശുദ്ധിയെല്ലാം മാറി അത് കൂടുതൽ തിളക്കമുള്ളതായി മാറും. What about precious stones? ഇനി വിലയേറിയ കല്ലുകളുടെ കാര്യത്തിലോ? It will be intact. അത് മാറ്റമില്ലാത്തതായി നിൽക്കും, സ്ഥിരമായി നിൽക്കും. It will not even become smoky. അത് ഒന്ന് എന്താ പറയുക, കരിഞ്ഞു പോലും പുകഞ്ഞു പോലും പോകില്ല. Hallelujah. Hallelujah. It will be so glorious. അത് അതേ തിളക്കത്തോടെ തന്നെ നിൽക്കും. What about wood? ഇനി അങ്ങനെയെങ്കിൽ മരത്തിന്റെ കാര്യം എന്താണ്? If wood is put in fire, you will get a few pieces of charcoal. ഓർക്കുക, മരം തീക്കകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറെ കരിക്കഷ്ണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. What about hay and straw? ഇനിയിപ്പോ പുല്ലിന്റെ വൈക്കോലിന്റെ സ്ഥിതി എന്താണ്? You'll get only a handful of ashes. നിങ്ങൾക്ക് കുറച്ച് ചാരം കിട്ടിയെന്നിരിക്കും. So the whole house is presented before Jesus. ഓർക്കുക, ഇപ്പോൾ ആ മുഴുവൻ വീടും യേശുവിന്റെ മുൻപാകെ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. Fire comes. തീ വരുന്നു. What happens? എന്ത് സംഭവിക്കുന്നു? Wood, hay, straw consumed. മരം, പുല്ല്, Ashes. വൈക്കോൽ എല്ലാം ചാരമായി പോയി. And finally you get a handful of what? എന്നാൽ ഒടുവിലായിട്ട് നിങ്ങൾക്ക് ഒരു പിടി എന്ത് കിട്ടും? Gold, silver and precious stones. സ്വർണം, വെള്ളി, വിലയേറിയ കല്ലുകൾ മാത്രം പിടിക്കാൻ കിട്ടും. Hallelujah. ഹല്ലേലൂയ. Now what is fire? അങ്ങനെയെങ്കിൽ എന്താണ് ഈ തീ എന്ന് പറയുന്നത്? ഈ തീ എവിടെന്നാ വരുന്നത്? നരകത്തിൽ നിന്നാണോ സ്വർഗത്തിൽ നിന്നാണോ? എവിടെന്നാ ഈ തീ വരുന്നത്? തീ എന്താണ്? ആർക്ക് പറയാം? അശുദ്ധാത്മാവ്. What is this fire? Number one, write down. Fire is the word of God. ഒന്നാമത്തേത് എഴുതുക, അത് ദൈവത്തിന്റെ വചനമാണ്. Jeremiah 23 and verse number 29. യിരെമ്യാവിന്റെ പുസ്തകം 23:29. Paul repeatedly says, the same word will judge you one day. പൗലോസ് വീണ്ടും പറയുന്നു, ഇതേ വചനങ്ങളാൽ അവൻ നിങ്ങളെ ന്യായം വിധിക്കും. Even Jesus said, I am not going to judge you, but every word that I spoke will judge you one day. എന്നാൽ യേശു കർത്താവ് ഒരിക്കൽ പറഞ്ഞതോർക്ക, ഞാൻ നിങ്ങളെ വിധിക്കുന്നില്ല, എന്നാൽ നിങ്ങൾ സംസാരിക്കുന്ന വചനങ്ങൾ നിമിത്തം നിന്നെ വിധിച്ചിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. So the all consuming fire of God here is what?
the fire, the fire from the word of God. അതുകൊണ്ട് കർത്താവ് സംസാരിച്ചിരിക്കുന്ന വാക്കുകൾ, ഓരോ വാക്കുകൾ എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ തീയായിട്ടാണ് വന്നു ഭവിക്കുന്നത്. Secondly, this is found in Revelation chapter number 1. രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലാണ്. Verses 14 and 15. അതിന്റെ 14-15 വചനങ്ങൾ. John the apostle is seeing the glorious form of the resurrected Jesus. ഇവിടെ ഉയർത്തെഴുന്നേൽക്കപ്പെട്ട യേശുവിന്റെ മഹത്വീകരിക്കപ്പെട്ട രൂപത്തെ യോഹന്നാൻ അപ്പോസ്തലൻ ദർശിക്കുകയാണ്. And when he looked into his eyes, he saw that those two eyes were blazing fire. ഇപ്പോൾ അപ്പോസ്തലൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ കണ്ണുകൾ രണ്ടും അഗ്നിജ്വാലയ്ക്കൊത്തവണ്ണം തിളങ്ങുന്നതായിട്ട് കണ്ടു. So Jesus is sitting in the bema seat. ഇപ്പോൾ യേശു ഇതാ ക്രിസ്തുവിന്റെ ബീമാ സീറ്റിൽ ഇരിക്കുകയാണ്. Glorious Jesus. മഹത്വത്തിൽ മഹത്വീകരിക്കപ്പെട്ട യേശു. His eyes are like flames of fire. ഇപ്പോൾ അവന്റെ കണ്ണുകൾ അഗ്നിജ്വാല പോലെ തിളങ്ങുകയാണ്. So the penetrating and consuming insight of his eyes will assess our works. അതുകൊണ്ട് കുത്തിത്തുളച്ച് കയറുന്നതും അതുപോലെ ദഹിപ്പിക്കുന്നതുമായിട്ടുള്ള ഏതൊരു പ്രവൃത്തിയെയും ദഹിപ്പിക്കുന്നതുമായിട്ടുള്ള അവന്റെ കണ്ണുകളാണ് നമ്മുടെ പ്രവൃത്തികളെ വിലയിരുത്തുവാൻ പോകുന്നത്. Hebrews chapter 4 verse number 13 says everything is naked and bare before the eyes of God. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനത്തിൽ പറയുന്നു, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. Hallelujah. Hallelujah. If you look something in the ordinary light, you will see the defects of the exterior thing, exterior. Yeah. ഒരു സാധാരണ വെളിച്ചത്തിൽ ഒരു വസ്തുവിന്റെ പുറമേയുള്ള അപാകതകൾ മാത്രമാണ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. But if it is exposed to X-ray, you can see even the inner defects. എന്നാൽ ഒരു എക്സ്റേ കിരണം അതിലൂടെ അടിച്ചു കഴിഞ്ഞാൽ അതിന് അകത്തുള്ള ആന്തരിക ഭാഗത്തുള്ള ന്യൂനതകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. In the same way, as we stand before him, all the wrong motives and all the bad things and everything that is cheap and base will be consumed in fire. അതുകൊണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ എല്ലാ ആന്തരികമായിട്ടുള്ള ഉദ്ദേശ ശുദ്ധിയില്ലായ്മയും നമ്മുടെ തെറ്റായ ചിന്താഗതികൾ എല്ലാം തന്നെ ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപാകെ യേശുക്രിസ്തുവിന്റെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണിന് മുൻപാകെ എരിഞ്ഞു പോകും. Say hallelujah. ചേർന്ന് ഹല്ലേലൂയ. Now I'm going to tell you something very important. ഇനി ഇപ്പോൾ ഞാൻ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാൻ പോകുന്നു. All are requested to sit straight. എല്ലാവരും നേരെ ഇരിക്കുക. And shake your heads. എന്നിട്ട് Get ready. തലകുലിക്കാമോ? Hallelujah. തയ്യാറാകാമോ? തയ്യാറായെങ്കിൽ ഉറക്കൊരു ഹല്ലേലൂയ. What do you mean by gold here? ഇവിടെ സ്വർണം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? What is silver? എന്താണ് വെള്ളി? What is precious stone? എന്താണ് ഈ വിലയേറിയ കല്ല്? Gold scripturally represents our faith. തിരുവചന അടിസ്ഥാനത്തിൽ സ്വർണം എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തെയാണ് കാണിക്കുന്നത്. Silver represents hope. എന്നാൽ വെള്ളി കാണിക്കുന്നത് നമ്മുടെ പ്രത്യാശയാണ്. Because in the olden times they used to redeem people with silver. കാരണം പഴയ നിയമത്തിൽ ജനങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് വെള്ളി ഉപയോഗിച്ചിട്ടായിരുന്നു. And that brought hope in them. അത് അവരുടെ ജീവിതത്തിൽ വീണ്ടെടുപ്പിലൂടെ ഒരു വലിയ പ്രത്യാശയെ കൊടുത്തിരിക്കുന്നു. So gold is faith. അങ്ങനെയെങ്കിൽ സ്വർണം വിശ്വാസമാണ്. Silver is hope. വെള്ളി പ്രത്യാശയാണ്. Stone is love. അപ്പോൾ തന്നെ വിലയേറിയ കല്ല് എന്നുള്ളത് സ്നേഹത്തെയാണ് കാണിക്കുന്നത്. Gold and silver have a fixed market price. ഓർക്കുക, സ്വർണത്തിനും വെള്ളിക്കും മാർക്കറ്റിൽ ഒരു നിശ്ചിത വില ക്രമീകരിച്ചിട്ടുണ്ട്. Am I right? ഞാൻ പറയുന്നത് ശരിയാണോ? ഇന്നത്തെ സ്വർണ്ണവില എത്ര? പവൻ എത്രയാ? 8 ഗ്രാമിന് എത്രയാ? ഗ്രാമിന് എത്രയാ? There is a fixed price. അതിനു വേണ്ടിയിട്ട് നിശ്ചയിക്കപ്പെട്ട ഒരു വില നിശ്ചയിച്ചിട്ടുണ്ട്. Hallelujah. Hallelujah. But for stones there is no fixed price. എന്നാൽ കല്ലുകൾക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു വിലയില്ല. But there is a fancy price. പകരം അതിന് മോഹവിലയാണുള്ളത്. Hallelujah. Hallelujah. So among them, gold, silver, stone, that means faith, hope, love, which is the greatest? അങ്ങനെയെങ്കിൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവയിൽ ഏതാണ് വലുത്?
When we read 1 Corinthians chapter 13 and verse number 13, 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ, there are three that remains forever. 3 കാര്യങ്ങൾ എന്നും എന്നേക്കും നിലനിൽക്കുന്നതായി There are പറഞ്ഞിരിക്കുന്നു. 3 that remain forever: faith, hope, love. അവിടെ നോക്കുക, വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഈ 3ഉം നിലനിൽക്കുന്നതായി നാം കാണുന്നു. But greatest among these 3 is love. എന്നാൽ ഇവയിൽ ഏറ്റവും വലിയത് എന്ന് പറയുന്നത് ഏതാണ്? സ്നേഹം തന്നെ. We cannot fix a price for love. It is priceless. ഓർക്കുക, സ്നേഹത്തിന് വിലയിടാൻ സാധ്യമല്ല. അത് വിലയ്ക്ക് അതീതമായിട്ടുള്ള കാര്യമാണ്. So I just want to conclude like this: every ministry work that we are doing here in faith, hope and love will be remaining forever. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടെ ഉറപ്പിച്ചു പറയട്ടെ, കർത്താവിന് വേണ്ടി ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ നാം ചെയ്യുന്ന പ്രവർത്തികൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹത്തോടെ ചെയ്യുന്ന പ്രവർത്തികൾ മാത്രമേ നിത്യത വരെ നിലനിൽക്കുകയുള്ളൂ. Hallelujah. Hallelujah. But if you're doing some ministry with wrong motives like jealousy or competition or just for performance, they'll be like wood, hay and straw. എന്നാൽ ഈ ലോകത്തിൽ കർത്താവിന് വേണ്ടി ചെയ്യുന്നത് എന്ന് പറയുന്ന പ്രവർത്തികൾ അസൂയ നിമിത്തമോ മത്സര നിമിത്തമോ പ്രകടനം കാണിക്കാൻ വേണ്ടിയിട്ടോ ആന്തരിക ശുദ്ധി ഇല്ലായ്മ നിമിത്തമോ ചെയ്യുന്നതാണെങ്കിൽ അത് നിലനിൽക്കുകയില്ല. അത് മരം, പുല്ല്, വൈക്കോൽ പോലെ എരിഞ്ഞു പോകും. ഒന്നുകൂടെ തല ഒന്ന് കോടെ. അപ്പൊ എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യണം? പറ കുഞ്ഞുങ്ങളെ. വിശ്വാസത്തോടെ ചെയ്യണം, പ്രത്യാശയോടെ ചെയ്യണം. പൗലോസ് ഇങ്ങനെ പറഞ്ഞു, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ആമേൻ. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും കടക്കാരനാവുന്നു. സുവിശേഷം എത്തിയിട്ടില്ലാത്ത സ്ഥലങ്ങളൊക്കെ സുവിശേഷം കൊണ്ടുപോകാൻ ഞാൻ അവരോട് കടപ്പെട്ടിരിക്കുന്നു. ആ ഒരു മോട്ടീവ് കൊണ്ടാണ് അദ്ദേഹം ശുശ്രൂഷിച്ചത്. പക്ഷെ ചിലരോ അസൂയ നിമിത്തവും പിണക്കം നിമിത്തവും ശുശ്രൂഷിക്കുന്നു. ലവ് ഫീസ്റ്റിൽ കഞ്ഞി വിളമ്പുമ്പോൾ എങ്ങനെ വിളമ്പണം? വിശ്വാസം, പ്രത്യാശ, സ്നേഹത്തോടുകൂടി കഞ്ഞി വിളം. ആ കുടിക്ക് പെരുവയറും കുറേ ആയി കുടിക്കണം, പിന്നെ ആ കുടി അങ്ങനെയൊക്കെ ഇടുവാണെങ്കിൽ കത്തിപ്പോവും അവിടെ ചെല്ലുമ്പോൾ. മനസ്സിലാവുന്നുണ്ടോ? അല്ല, ഭക്ഷണം വിളമ്പുന്നത് നിസ്സാര കാര്യമാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായം വായിച്ചു നോക്കണം. നല്ല സാക്ഷ്യവും ഞാനും നിറഞ്ഞോ അഭിഷേകമുള്ള ചിലനെ പിടിച്ചു നിർത്താനാ പറഞ്ഞേ. ശരിയാണോ? വോളണ്ടിയറായി നിൽക്കുമ്പോൾ, ഗ്രീറ്ററായി നിൽക്കുമ്പോൾ, ക്യാഷ് കൗണ്ടിൽ വർക്ക് ചെയ്യുമ്പോൾ, ഇൻസ്ട്രുമെൻ്റ് വായിക്കുമ്പോൾ, എല്ലാറ്റിലും അകത്തെന്താ വേണ്ടത്? പറഞ്ഞേ, വിശ്വാസം, പ്രത്യാശ, സ്നേഹം. വീണ്ടും വിശ്വാസം, പ്രത്യാശ, സ്നേഹം. തുറക്കങ്ങ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. എന്താണത്? സ്വർണം, വെള്ളി, വിലയേറിയ കല്ല്, ഒന്നും കത്തിപ്പോവില്ല. മനുഷ്യരുടെ പുകഴ്ചയ്ക്ക് വേണ്ടിയിട്ടല്ല. അതൊന്നും എൻ്റെ എന്ത് നല്ല പാട്ടായിരുന്നു ബ്രദറെ ഇന്നത്തേത്. ഓഫ്, അഭിഷേകം കൊണ്ട് എനിക്കങ്ങ് കുളിര് വരുമായിരുന്നു. ഇത് ഈ മനുഷ്യരുടെ പുകഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കത്തിപ്പോവും. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ഹൃദയത്തിൽ നിന്ന് കർത്താവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ആരും കൈയടിച്ചില്ലേലും, ആരും ബ്രദറെ കൊള്ളായിരുന്നെന്ന് പറഞ്ഞില്ലേലും, എനിക്ക് അന്നത്തെ ദിവസം അവിടെ പുകഴ്ച മതി എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പണി നിലനിൽക്കും. ബാക്കിയെല്ലാം കത്തിപ്പോകുന്ന പറയുന്നത്. ഹല്ലേലൂയ. നമ്പർ 2, പൊട്ടൻഷ്യൽ. We are going quickly. രണ്ടാമത്തെ തീയാലുള്ള പരീക്ഷയിൽ വരുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കാര്യശേഷി അഥവാ കഴിവ്. Did we fulfill our potential? നാം നമ്മുടെ കാര്യശേഷി പരിപൂർണമായും വിനിയോഗിച്ചിട്ടുണ്ടോ? Jesus gave us a parable regarding this in Matthew chapter 25:14 up to 30. ഈ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യേശു കർത്താവ് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 14 മുതൽ 30 വരെയുള്ള വേദഭാഗങ്ങളിൽ ഒരു ഉപമ സംസാരിച്ചിട്ടുണ്ട്. The parable of the talents. അവിടെ നാം കാണുന്നത് താലന്തുകളുടെ ഉപമയാണ്. One man called 3 of his servants and gave different amount of talents to
different servants. ഇവിടെ ഒരു മനുഷ്യൻ തന്റെ 3 ദാസന്മാരെ വിളിച്ച് 3 പേർക്കും വ്യത്യസ്തമായ അളവിലുള്ള താലന്തുകൾ ഏൽപ്പിക്കുന്നു. The first man was given 5 talents. ആദ്യത്തെ മനുഷ്യന് അദ്ദേഹം കൊടുത്തത് 5 താലന്ത്. Second 2. രണ്ടാമത്തവന് 2. Third one 1. മൂന്നാമത്തേന് 1 താലന്ത്. That means their potential was different. Their ability to handle resources was different. അതിന്റെ അർത്ഥം അവരുടെ കാര്യശേഷി, അവരുടെ കഴിവ്, കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാനുള്ള അവരുടെ കഴിവ് വ്യത്യസ്തമായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. Hallelujah. ഹല്ലേലൂയ. But there came a day of this account settling. എന്നാൽ ഇവർക്ക് 3 പേർക്കും കണക്ക് ഏൽപ്പിക്കേണ്ട ഒരു ദിവസം സമാഗതമായി. So the master came back. അന്നത്തെ ദിവസം യജമാനൻ മടങ്ങി വന്നു. And he was sitting in the seat. Here it is Bema seat. ഇപ്പോൾ അദ്ദേഹം തന്റെ ഇരിപ്പിടത്തിലിരിക്കുന്നു. ഇവിടെ അത് ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന് ഓർക്കണം. And the first one came. ആദ്യത്തെ മനുഷ്യൻ വന്നു. He was given 5 talents. അയാൾക്ക് 5 ആണ് കൊടുത്തിരുന്നത്. But he was bringing double, 10 talents. എന്നാൽ അദ്ദേഹം വന്നിരിക്കുന്ന 5 കൂടെ സമ്പാദിച്ചിട്ടാണ് ഇരട്ടിയാക്കിയിരിക്കുന്നത്. The second one came. രണ്ടാമത്തവൻ വന്നു. 2 more talents, 4 talents. അയാൾ 2 കൂടെ ചേർത്ത് ഇരട്ടിയാക്കി 4 ആക്കി കൊടുത്തു. So what did they do? എന്താണ് അവർ ചെയ്തത്? Using the talents, they did some business and increase the talents. അവർ ചെയ്തത് അവർക്ക് ഏൽപ്പിച്ചിരുന്ന ആ താലന്തുകൾ അവർ വ്യാപാരം ചെയ്ത് വർദ്ധിപ്പിച്ച് അതിനെ ഇരട്ടിയാക്കി തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. And the master was so pleased with them. ഇപ്പോൾ യജമാനൻ അവരെ കണ്ട് വളരെയധികം സംപ്രീതനായി. He commended them, appreciated them, praised them and also gave them more. ഇപ്പോൾ അദ്ദേഹം ആണെങ്കിൽ അവരെ നോക്കിയിട്ട് അവരെ വല്ലാതെ പ്രശംസിച്ചു, അവരെ പുകഴ്ത്തിക്കൊണ്ട് പല കാര്യങ്ങളും സംസാരിച്ചു. അത് മാത്രമല്ല അവർക്ക് കൂടുതലായി കൊടുത്തു. But the 1 talent guy came. എന്നാൽ ഇപ്പോൾ 1 താലന്ത് കൊടുത്തവൻ ഇപ്പോൾ വന്ന് നിൽക്കുകയാണ്. He came the same exact talent. ഇപ്പോൾ അദ്ദേഹം വന്നിരിക്കുന്ന കൊടുത്ത അതേ നാണയവുമായിട്ടാണ്. He put it there. അതവൻ അവിടെ വെച്ചു. And he said, I know that you are a wicked man. എന്നിട്ട് കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ മുഖത്ത് നോക്കി പറഞ്ഞു, യജമാനെ നീ ഒരു ദുഷ്ട മനുഷ്യനാണെന്ന് എനിക്കറിയാം. You are not a good man. നീ ഒരു നല്ല മനുഷ്യനൊന്നുമല്ല. So I dug it in the earth. ഞാൻ അതുകൊണ്ട് ഞാൻ ഭൂമിക്കടിയിൽ മണ്ണിനടിയിൽ കുഴിച്ചു വെച്ചു. And finally in the account settlement this man was thrown out. He was condemned and thrown out. എന്നാൽ കണക്കുകൾ തീർക്കുന്ന ആ നാളിൽ ഈ 1 താലന്ത് കിട്ടിയ മനുഷ്യൻ അവൻ എന്നും എന്നേക്കുമായി പുറത്തേക്ക് തള്ളപ്പെട്ടു എന്നും ശിക്ഷാവിധിയിൽ അകപ്പെട്ടു എന്നും നാം വചനത്തിൽ വായിക്കുന്നു. Paul says wood, hay and straw will be consumed but that man will be saved. But here this man was not saved. ഓർക്കുക, 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞനുസരിച്ചിട്ട് മരം, പുല്ല്, വൈക്കോൽ എന്നിവ എരിഞ്ഞു പോകും, പക്ഷേ ആ മനുഷ്യൻ ഇതൊക്കെ ചെയ്തു വന്നാലും അയാൾ തീയിൽ കൂടി എന്ന വണ്ണം രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ 1 താലന്ത് കിട്ടിയ ഈ മനുഷ്യന്റെ കഥയിൽ അയാൾ രക്ഷിക്കപ്പെട്ടു പോലുമില്ല, അയാൾ തള്ളപ്പെട്ടിരിക്കുകയാണ്. Why? Because he was not saved at all. അതിന്റെ അർത്ഥം എന്താണ്? അയാൾ ഭൂമിയിലായിരുന്ന സമയത്ത് രക്ഷിക്കപ്പെട്ടിരുന്നില്ല. So our potential will be tested. അതുകൊണ്ട് നമ്മുടെ കാര്യശേഷികൾ അന്ന് പരിശോധിക്കപ്പെടും. Hey, listen to me. Did we do a ministry or service to Jesus according to the ability he has given us? ഓർക്കുക, നിങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷകൾ ദൈവം നിങ്ങൾക്ക് നൽകിയ കാര്യശേഷിയെ പരിപൂർണമായും എടുത്തുപയോഗിച്ചിട്ടാണോ? Did you use up your whole ability, talent? നിങ്ങളുടെ മുഴുവൻ താലന്തുകളും കഴിവുകളും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ? ഒന്നുകൂടെ തല കുടഞ്ഞ് ശ്രദ്ധിക്കുക. ഇവിടെ ഇരിക്കുന്ന ചിലരൊക്കെ ഞങ്ങളിവിടെ മയക്കം പിടിച്ചിട്ട് നിൽപ്പുണ്ടല്ലേ, ഞങ്ങളെക്കാൾ കഴിവുള്ള പുള്ളികൾ ഇതിനകത്തിരിപ്പുണ്ട്. ഞങ്ങളെക്കാൾ വിദ്യാഭ്യാസമുള്ളവർ, പറയാൻ പാഠമുള്ള, പ്രസംഗിക്കാൻ കഴിവുള്ളവർ, സാമ്പത്തിക ശേഷിയുള്ളവർ എല്ലാം ഇതിനകത്തിരിപ്പുണ്ട്. കർത്താവിൽ നിന്ന് കിട്ടിയ കഴിവുകൾ അനുസരിച്ച് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇത് അന്നവിടെ പരിശോധിപ്പിക്കപ്പെടും. പൊട്ടൻഷ്യൽ. എത്ര പേർക്ക് പറയാൻ കഴിയും, എനിക്ക് കിട്ടിയ കഴിവനുസരിച്ച് ഞാൻ മാക്സിമം കർത്താവിന് വേണ്ടി ചെയ്തിട്ടുണ്ട്? ആർക്കെങ്കിലും പറയാൻ കഴിയും? കുറച്ചൊക്കെ ചെയ്യുന്ന പറ്റുന്ന പോലെ. ഇപ്പം ഗസ്റ്റ് ഇല്ലെങ്കിലൊക്കെ ഞങ്ങൾ ഞായറാഴ്ച ആരാധനയൊക്കെ വരും, അത്രേ ഉള്ളൂ അല്ലേ? നമുക്കൊരു പരിധിയൊക്കെ ഇല്ലേ? ഞായറാഴ്ച തുണിയാലൊക്കെ ഉള്ളതല്ലേ? ഒരു ദിവസം അവധിയുള്ളതാണ്. ഒരു ദിവസം ആകെ ഉള്ളതാണ്. അല്ല, ഈ
നിങ്ങൾ ഓഫീസിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് പോകുമ്പോൾ രക്ഷിക്കപ്പെടാത്തവരോടൊക്കെ സുവിശേഷം പറയാറുണ്ടോ? ബ്രദറെ, പറയണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അവിടെ ഒരു മതങ്ങൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടാക്കരുത്. നമുക്ക് സമാധാനം വേണം, അല്ലേ? മതസൗഹാർദ്ദം വേണം. അതുകൊണ്ട് ഞാൻ ആരോടും പറയാറില്ല, യേശുവിനെ കുറിച്ചൊന്നും പറയാറില്ല. ഇനി ഓരോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഒരു അനൗൺസ്മെൻ്റൊക്കെ വരുമല്ലോ, ഹോളി സ്പിരിറ്റ് സിനഡ് വരുന്നു, പിന്നെ ബോക്സ് കൊടുക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അടുത്ത ചോദ്യം, കഴിവിനനുസരിച്ച് അതിൽ സഹകരിക്കുന്നുണ്ട്. ഇത് ചെക്ക് ചെയ്യും. ഞാനല്ല, ഞാൻ നിങ്ങളുടെ കണക്കൊന്നും നോക്കാൻ പോകുന്നില്ല. അവിടെ കൊടുത്തേക്ക് എല്ലാ വർഷവും, അടുത്ത വർഷം വരുമല്ലോ, കൊടുത്തേക്ക് ഒരു 200 രൂപ. പൊട്ടൻഷ്യൽ. 5 താലന്ത് കിട്ടിയവൻ 5 കൂടെ വ്യാപാരം ചെയ്ത് വർദ്ധിപ്പിച്ചു. 2 കിട്ടിയവൻ 2 ഇരട്ടിയാക്കി 100% വളർച്ചയുണ്ടാക്കി. മനസ്സിലാവുന്നുണ്ടോ? അപ്പം കയ്യിൽ ദൈവം തരുന്ന റിസോഴ്സസ്, വിഭവ സമൃദ്ധി, അവൻ്റെ മഹത്വത്തിന് വേണ്ടി ഭൂമിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ശവക്കുഴിയിലോട്ട് ഇറങ്ങിയ ശേഷം ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റും. എല്ലാം ഇവിടെ ഇട്ടിട്ട് പോകുമല്ലോ, എല്ലാം ഇട്ടിട്ട് പോകില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട് ചില സമയത്ത്, മരിക്കുന്ന സമയത്ത് കുളിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ശുശ്രൂഷ നടക്കും. കയ്യിലുള്ള മോതിരം അങ്ങ് ഊരിയെടുക്കും ഒരാൾ, ഇവിടെ ഉള്ളത് പറിച്ചെടുക്കും. ചിലത് പോരുന്നില്ല, വെട്ടിയെടുക്കും, വെട്ടി എന്നിട്ടേ കുഴിച്ചിടുള്ളൂ. ആണോ? ഇപ്പം ഫിറ്റ് ചെയ്തേക്കണ എല്ലാം എടുത്തോണ്ട് പോവും. ഒരു മോള് വന്ന് അത് വലിക്കുന്നു, മറ്റേ മോള് വന്ന് ഇത് വലിക്കുന്നു. ആരും അറിയാതെ അവിടെ നിന്ന് വേലക്കാരി മറ്റേതും കൊണ്ടുപോയി. ഇതെല്ലാം നടക്കും. പക്ഷെ ഇവിടെ വെച്ച് എന്തെങ്കിലുമൊക്കെ കിട്ടിയതിനനുസരിച്ച് ചെയ്താൽ അന്ന് അവിടെ കത്താതെ നിൽക്കാം. ദൈവകൃപയാൽ നമ്മുടെ സഭയ്ക്ക് നല്ലൊരു TV മിനിസ്ട്രി കർത്താവ് തന്നിട്ടുണ്ട്. ജനലക്ഷങ്ങളെ കർത്താവിലേക്ക് കൊണ്ടുവരാൻ വിടുതലുകൾ നടക്കുന്നുണ്ട്. അതിലൊക്കെ ഒന്ന് പാർട്ണർ ചെയ്ത് നോക്ക്. അവിടെ സ്വർണം വെള്ളി വിലയേറിയ കല്ലായി ഒരിക്കലും കത്തിച്ചാമ്പലാകാതെ നിൽക്കുന്നത് ഇവിടെ പണിതിട്ട് പോകാം, ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിൻ്റെ മേൽ. പോരാ, നന്നായിട്ട് അടിക്കുക. സഭാപ്രസംഗി 12:1 വാക്യമുണ്ട്, എനിക്കിഷ്ടപ്പെട്ടതാ. യൗവനകാലത്ത് നിന്റെ സ്രഷ്ടാവിനെ ഓർത്തുകൊള്ളുക. ചില യൂത്ത്സിനോടൊക്കെ ഞാൻ വിളിച്ചു, മോനെ എന്തെങ്കിലുമൊക്കെ ചർച്ചിൽ വന്ന് കർത്താവിന് വേണ്ടി ചെയ്യും, കൊയറിൽ നിന്ന് പാടുവോ, അല്ലെങ്കിൽ അവിടെ ഒന്ന് നിൽക്കുവോ, അല്ലെങ്കിൽ കുറച്ച് നാൾ ഫ്രീ ആയിട്ട് നടക്കണം, ഓഫീസിൽ ഒന്ന് വർക്ക് ചെയ്യുക, കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ. ഈ ബ്രദറെ ഭയങ്കര തിരക്കായിപ്പോ, ഭയങ്കര തിരക്കാണ്. എന്താ, ക്രിക്കറ്റ് കളിക്കാൻ പോകണം, പിന്നെ സൊറ പറയാൻ പോകണം, ചാറ്റിങ് ചീറ്റിങ് എല്ലാ പരിപാടിയുണ്ട്. ഇപ്പോൾ സമയമൊന്നുമില്ല. എന്നാൽ കഴിവുള്ള കുട്ടി, ലാംഗ്വേജുണ്ട്, എല്ലാം ഉണ്ട്, ചെയ്യില്ല. അവിടെ ചെല്ലുമ്പോൾ കത്തിപ്പോവും, കത്തി. ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറയുമല്ല, ഭയപ്പെടുത്താൻ വേണ്ടി പറയുമോ? അല്ല, ഒരു പേടിയെങ്കിലും, ഒരു ദൈവഭയം വേണ്ടേ? അല്ലെങ്കിൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും? ഞാൻ പറഞ്ഞു തന്നില്ലെങ്കിൽ ആര് പറയും? ആര് പറഞ്ഞു തരും? ഇതിപ്പോൾ പറഞ്ഞു തന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് എന്നെ തല്ലും. ഇത് അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കർത്താവിന് വേണ്ടി കാശ് കൊടുക്കുവോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ, ഞാനൊരു ബാഡ്ജെങ്കിലും ധരിച്ച് അവിടെ അഷറായിട്ടെങ്കിലും നിന്നേനെ, പറഞ്ഞു തന്നിരുന്നെങ്കിൽ. എന്താ അന്ന് നിങ്ങൾ എന്നെ തല്ല, സ്വർഗത്തിൽ വെച്ച് ഞാൻ തല്ലുള്ളേണ്ടി വരും. അതുകൊണ്ട് എല്ലാം ഞാൻ വെട്ടി തുറന്ന് പറയും. ഇതൊക്കെ ഉണ്ട്, കൃപയുണ്ട്, രക്ഷയുണ്ട്, സൗജന്യമാണ്. പക്ഷെ പ്രതിഫലം കിട്ടുന്നത് ഇവിടുത്തെ ഇന്ന് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് മാത്രമാണ്. മനുഷ്യൻ പറഞ്ഞേ, മനുഷ്യൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അതിന് തക്കവണ്ണം പ്രാപിക്കുവാൻ നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകും.
Number 3, productivity. Quickly. മൂന്നാമത്തേത് വിഭാഗം എഴുതുക, ഉൽപാദനക്ഷമത, പ്രൊഡക്ടിവിറ്റി. What quantity did we produce? എത്ര അളവിലാണ് നാം ഏത് കാര്യം ഉൽപ്പാദിപ്പിക്കേണ്ടത്? Luke 19, verse number 11 through 27. അതിന് നമുക്ക് ആധാരമായി കാണാം ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 11 മുതൽ 27 വരെയുള്ള വേദഭാഗങ്ങൾ. And Jesus is speaking about the parable of the minas. ഇവിടെ നമുക്ക് റാത്തലിന്റെ ഉപമ യേശു കർത്താവ് സംസാരിക്കുന്നത് കാണാം. Mina is not a bird, it is a measurement of quantity. മൈന എന്ന് പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷിൽ ഭാഷയിൽ മൈന എന്ന് കാണുന്നത് അത് ഒരു പക്ഷിയല്ല, മറിച്ച് അതൊരു തൂക്കമാണ്, ഒരു അളവാണ്. Here a master is calling 10 servants. ഇവിടത്തെ യജമാനൻ 10 ദാസന്മാരെ വിളിക്കുന്നു. And for each of them he gave 1 mina each. എന്നിട്ട് അതിലെ ഓരോ ദാസന്മാർക്കും അവൻ ഓരോ മൈന വീതം, ഓരോ റാത്തൽ വീതം കൊടുക്കുന്നു. Not 5 to 1. Here everybody got the same 1 mina each. ഇവിടെ എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് മൈന അഥവാ റാത്തൽ കൊടുക്കുന്നത്. Some people interpret this mina as time God gives us, day, 1 day. ഇത് ചില ആളുകൾ അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്ന ഈ റാത്തൽ എന്ന് പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകിക്കുന്ന സമയത്തെ കുറിച്ചാണെന്ന്. Hallelujah. Hallelujah. By all of us we have 24 hours per day. നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു ദിവസം 24 മണിക്കൂറേ ഉള്ളൂ. Prime Minister has 24 hours and a poor man has 24 hours. ഓർക്കുക, പ്രധാനമന്ത്രിക്കും ഇന്ത്യയിലെ പ്രധാനമന്ത്രിക്കും 24 മണിക്കൂറാണ്. ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രനായിട്ടുള്ള ഒരു വ്യക്തിക്കും 24 മണിക്കൂർ. So here equal opportunities or equal resource distribution. അതിന്റെ അർത്ഥം എല്ലാവർക്കുമുള്ള അവസരം തുല്യമാണ്, എല്ലാവരുടെയും സ്രോതസ്സും തുല്യമായിട്ടാണ് ദൈവം വിഭാഗിച്ചിരിക്കുന്നത്. But standing in that same quantity of resources, the first man produced 10 minas. എന്നാൽ എല്ലാവർക്കും കിട്ടിയ ഒരേ വിഭവശേഷിയിൽ നിന്നുകൊണ്ട് തന്നെ ആദ്യത്തെ മനുഷ്യൻ അതിനെ 10 ആക്കി വർദ്ധിപ്പിച്ചു. Hallelujah. ഹല്ലേലൂയ. The second man brought 5. എന്നാൽ രണ്ടാമത്തെ മനുഷ്യനെ നോക്കുക, അയാൾ 5 ആക്കി അതിനെ വർദ്ധിപ്പിച്ചു. Another man brought the same thing. എന്നാൽ അടുത്ത മനുഷ്യനും ഇത് തന്നെയാണ് ചെയ്തത്. So we can put it like this: 24 hours. We are all getting 24 hours. In 24 hours, some of us will do more thing for the Lord. നമുക്ക് ഇതിനെ മൊത്തത്തിൽ ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കും. എല്ലാവർക്കും 24 മണിക്കൂർ തന്നെയാണ് ഉള്ളത്. എന്നാൽ അതിൽ ചില ആളുകൾക്ക് ഒരേ സമയം കൊണ്ട് തന്നെ കൂടുതൽ പ്രയത്നങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യാൻ സാധിക്കും. And all of us we are getting 24 hours, but some people will not do anything for the Lord. എല്ലാവർക്കും 24 മണിക്കൂറാണ് കിട്ടിയിട്ടുള്ളതെങ്കിലും ചില ആളുകൾ ആ സമയത്ത് ഒന്നും ചെയ്യാതിരിക്കുന്നു. That productivity will be tested. അത് ആ ഉൽപാദനക്ഷമതയാണ് അന്ന് പരിശോധിക്കപ്പെടാൻ പോകുന്നത്. Remember, 2018 is the year of fruitfulness. ഓർക്കുക, 2018 എന്നുള്ളത് ബ്ലെസ്സിംഗ് സെന്ററിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഫലപുഷ്ടിയുടെ വർഷമാണ്. അടുത്തേക്ക് നാളെ താടിയിൽ പിടിച്ചിട്ട് ചോദിക്കുക, ഫലം വല്ലതും കായ്ക്കുന്നുണ്ടോ? ഉണ്ടോ? ആത്മാക്കളെ നേടുന്നുണ്ടോ? സുവിശേഷം പറയുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്നുണ്ടോ? അവനവൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോ മക്കളെ? അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഫലം കായ്ക്കുന്ന വർഷമാണെന്ന് പറഞ്ഞു ഈ ബഡായി പറഞ്ഞുകൊണ്ട് നടക്കാന്നേ ഉള്ളൂ. വല്ലതും കർത്താവിന് വേണ്ടി ചെയ്യണ്ടേ? Number 4, the last one, opportunity. നാലാമത്തെ കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്ന അവസരങ്ങൾ. How did we use the opportunities we had? നമുക്കുള്ള അവസരങ്ങളെ നാം എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത്? Matthew chapter 20 verse number 1 through 16. ഇനി നമ്മൾ എഴുതുക മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വേദഭാഗങ്ങൾ. This is about the laborers in the vineyard. ഇത് മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരെ കുറിച്ച് പറയുന്ന ഉപമയാണ്. There was a big man, a rich man who had a great vineyard. എവിടെ ഒരു ധനികനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു, അയാൾക്ക് ഒരു വലിയ മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. In the morning, 6 o'clock in the morning, I'm speaking everything relating to our time. 6 o'clock in the morning, one batch of laborers came to the vineyard to work. ഇവിടെ രാവിലെ 6 മണിക്ക്, ഞാനിപ്പോൾ സംസാരിക്കുന്ന നമ്മൾ ജീവിക്കുന്ന ഇന്ത്യൻ സമയം അനുസരിച്ചിട്ടാണ്, രാവിലെ 6 മണിക്ക് ഒരു കൂട്ടം ജോലിക്കാർ, വേലക്കാർ ഇപ്പോൾ വേലയ്ക്ക് വേണ്ടി തന്റെ അടുക്കൽ വന്നിരിക്കുന്നു. They came and they had an agreement with the boss. ഇപ്പോൾ അവർ വന്നിട്ട് അവർ ഒരു കാര്യം പറഞ്ഞൊത്തു. A certain
wage for that day. ആ ദിവസത്തേക്കുള്ള അവരുടെ കൂലി ഏതാണ് എന്നുള്ളത് അവർ പറഞ്ഞൊത്തു. So there was a contract. അവിടെ ഒരു കോൺട്രാക്ട് നടന്നു, ഉടമ്പടി നടന്നു. Then the boss went out and he saw some people standing there idle at 9 o'clock. എന്നാൽ ഈ യജമാനൻ പോയി നോക്കുമ്പോൾ നടന്നു പോകുമ്പോൾ ചില ആളുകൾ മെനക്കെട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കുന്നത് അദ്ദേഹം കണ്ടു. ഈ സ്ക്രീനിൽ 3 മണി എന്ന് കാണുമ്പോൾ നമ്മുടെ സമയം അനുസരിച്ച് അത് 9 മണിയാണ് രാവിലെ. ഉച്ച കഴിഞ്ഞ് 3 മണിയല്ല, രാവിലെ 6 മണി എന്ന് പറയും. രാവിലെയാണ് അവരുടെ സമയം തുടങ്ങുന്നത്. 6 മണിക്കാണ് തുടങ്ങുന്നത്. 1, 2, 3 അങ്ങനെയാണ് തുടങ്ങുന്നത്. ഓക്കെ, സോ ഐ എം സ്പീക്കിംഗ് എവറിത്തിങ് ഇൻ അവർ ടൈം. സോ the second batch came at 9 o'clock. ഇപ്പോൾ രാവിലെ 9 മണിയായപ്പോൾ രണ്ടാമത്തെ വിഭാഗം ആളുകളും പണിക്ക് കയറി. The third batch came at 12 noon. ഇനിയിപ്പോ മൂന്നാമത്തെ ബാച്ച് ഒരു 12 മണിയായെന്ന് കരുതുക. But the final batch came at 5 o'clock. എന്നാൽ ഒടുവിലത്തെ ബാച്ച് വന്നിരിക്കുന്നത് 5 മണിക്കാണ് പണിക്ക് കയറിയത്. So their working hours was from 6 o'clock to evening 6 o'clock, 12 hours. അവരുടെ ജോലി സമയം യജമാനൻ നിശ്ചയിച്ചത് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയുള്ള സമയമാണ്. So after 6 o'clock in the evening there was the time of settlement of accounts. വൈകുന്നേരം 6 മണിക്ക് ശേഷം ശമ്പളം കൊടുക്കുന്ന അല്ലെങ്കിൽ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുന്ന സമയമായി. In those days there was a special method of rewarding from the last one. അന്നത്തെ കാലഘട്ടങ്ങളിൽ പ്രതിഫലം കൊടുക്കുക അല്ലെങ്കിൽ കൂലി കൊടുക്കുന്നത് ഏറ്റവും ഒടുവിൽ വന്നവനിൽ തുടങ്ങി മുകളിലോട്ടാണ് കൂലി കൊടുക്കുന്നത്. So they came. അതുകൊണ്ട് അവർ വന്നു. The 5 o'clock batch came. 5 മണിക്ക് കയറി വന്നവർ, 1 മണിക്കൂർ പ്രവർത്തിച്ചവർ വന്നു. They worked only for 1 hour. അവർ 1 മണിക്കൂർ മാത്രമേ പ്രവർത്തിച്ചുള്ളൂ. So they had no hope at all. അവർക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. Even if they got some wages, it will be 1/12 of the wages. ഇനി ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു കൂലി കിട്ടിയാൽ തന്നെ 6 മണി വരെ വർക്ക് ചെയ്യുന്നവർക്കുള്ള കൂലിയുടെ 12 ഒരു ഭാഗം മാത്രമേ കിട്ടുകയുള്ളൂ. You know what happened? സംഭവിച്ചെന്നറിയാമോ? They got full reward. പക്ഷേ അവർക്ക് മൊത്തം സമയം ജോലി ചെയ്താൽ കിട്ടുന്ന കൂലി കിട്ടി. Now the 12 o'clock batch came. ഇനിയിപ്പോ 12 മണിയുടെ ബാച്ച് വന്നു. They also got full day wages. അവർക്കും കിട്ടി അന്നത്തെ മുഴുവൻ ദിവസത്തെ കൂലി. 9 o'clock batch came. 9 മണിക്കാരൻ വന്നു. They also got the same wages, full അവർക്കും day. കിട്ടി ആ ദിവസത്തെ ഫുൾ വേതനം. But when the first batch came, എന്നാൽ ആദ്യത്തെ വിഭാഗം വന്നു. 6 o'clock batch came. 6 മണിക്ക് ജോലിക്ക് കയറിയവരാണെന്ന് ഓർക്കണം. They had great expectation. അവരുടെ മനസ്സിൽ വലിയ പ്രതീക്ഷകൾ ഉണർന്നു. We are going to get more now. അവർക്ക് തങ്ങൾക്ക് അധികം ലഭിക്കുമെന്ന് അവർ നിരൂപിച്ചു. Because we have worked the whole day. കാരണം അവർ മുഴുവൻ ദിവസവും പ്രവർത്തിച്ചിരിക്കുകയാണ്. But they also got the same thing. പക്ഷെ അവർക്കും കിട്ടിയത് ഒരേ തുക They തന്നെയായിരുന്നു. were very angry. അവർക്ക് ഭയങ്കര ദേഷ്യം തോന്നി. Because he made us equal with these guys. കാരണം ഇപ്പോൾ ഈ യജമാനൻ വളരെ വൈകി പണിക്ക് വന്നവരായിട്ട് ഞങ്ങളെയും കൂട്ടിയിരിക്കുകയാണ്. What is happening here? എന്താണ് ഇവിടെ നടക്കുന്നത്? The boss did not do anything injustice to them. ഇപ്പോൾ ഇവരുടെ യജമാനൻ അവരോട് നീതിപൂർവമല്ല പ്രവർത്തിച്ചിരിക്കുന്നത്. They got the full day salary. അവർക്ക് മുഴുവൻ ദിവസത്തെയും ശമ്പളം കൊടുത്തേക്കുന്നു. That was what was agreed. അതാണ് ഞങ്ങളുമായിട്ട് എഗ്രി ചെയ്തത്. He did not reduce anything. അദ്ദേഹം ഒന്നും തന്നെ അവരുടെ കാര്യത്തെ കുറച്ചില്ല. Only thing was that the other guys, the less fortunate guys, they got a little extra. ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് വൈകി വന്ന ആളുകൾക്ക് ഇപ്പോൾ കൂടുതൽ കിട്ടിയിരിക്കുകയാണ്. That was the only thing. അത് മാത്രമാണ് നടന്നിട്ടുള്ളത്. That was because of his grace. അത് അവന്റെ കൃപയാലാണ് നടന്നിരിക്കുന്നത്. Hallelujah. Hallelujah. So the test here is the opportunity. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന പരിശോധന എന്ന് പറയുന്നത് അവസരങ്ങളുടെ പേരുള്ള പരിശോധനയാണ്. Listen to me. ദയവായി ശ്രദ്ധിക്കാമോ? Some of us got saved when we were children. ചില ആളുകൾ വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്നത് അവർ കുട്ടികളായിരുന്നപ്പോഴാണ്. Some of us came to the Lord when we were Sunday school children. എന്നാൽ നമ്മൾ ചില ആളുകൾ വിശ്വാസത്തിൽ വന്നത് സൺഡേ സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തിലാണ്. Some came to the Lord in their teens. എന്നാൽ ചില ആളുകളാകട്ടെ ടീൻസ് കൗമാര പ്രായത്തിലാണ്. Some came to the Lord when they were
youngsters. എന്നാൽ ചില ആളുകളാകട്ടെ ചെറുപ്പക്കാരുടെ പ്രായഘട്ടത്തിൽ വിശ്വാസത്തിൽ വന്നവരാണ്. Some came to the Lord in the middle age. എന്നാൽ ചിലർ മധ്യ വയസ്സിലാണ് വന്നിട്ടുള്ളത്. Some came to the Lord in their 80s. എന്നാൽ ചില ആളുകൾ 80കളുടെ പ്രായത്തിൽ. But all of us are given chances to work for the Lord. എന്നാൽ നമുക്ക് എല്ലാവർക്കും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ഒരൊറ്റ അവസരമേ കർത്താവ് തന്നിട്ടുള്ളൂ. കർത്താവേ, ഒരു 20 വയസ്സിൽ രക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ എന്നൊന്നും പറഞ്ഞ് ആദി പിടിച്ച് സമയം കളയണ്ട, ഇനിയുള്ള കാലം അങ്ങ് വർക്ക് ചെയ്യും. ഞാൻ ചിലപ്പോൾ ചിന്തിക്കുക, എൻ്റെ മോനൊക്കെ എന്ത് ഭാഗ്യമാണ്. എൻ്റെ കർത്താവേ, അവർ വിശ്വാസത്തിൽ തന്നെ ഞാൻ 16 വയസ്സിലാണ് കർത്താവിനെ അറിഞ്ഞത്. കുറച്ചുകൂടി നേരത്തെ ആയിരുന്നെങ്കിലോ. വ്യാമോഹിക്കാന്നേ ഉള്ളൂ. നടക്കുമോ? ഇല്ല. പക്ഷേ ഇനിയുള്ള സമയം കർത്താവിന് വേണ്ടി വർക്ക് ചെയ്യും. 60-ാമത്തെ വയസ്സിന് ശേഷം രക്ഷിക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്തിപ്പിടിച്ച്. ഉണ്ട്, ഇതെവിടെയൊക്കെ ഉണ്ട്. പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി അങ്ങ് വർക്ക് ചെയ്യും. നല്ല കൂലി കർത്താവ് തരാമെന്ന് നല്ല പ്രതിഫലം വെച്ചിട്ടുണ്ട് അവിടെ. അപ്പൊ സങ്കടപ്പെട്ട് ആരും ഇരുന്ന് സമയം കളയണ്ട, ഉള്ള സമയം അങ്ങ് ഉപയോഗിക്കുക. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറയാം ശക്തിയോടെ. ഹല്ലേലൂയ. Now 1 John chapter 4 verse number 17 says, this is how love is made complete among us, so that we will have confidence on the day of judgment. In this world we are like Jesus. ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യമുണ്ടാവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു. അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു. So the thing I want to highlight is this: we should have confidence on the day of judgment. ഞാൻ ഇവിടെ ഉയർത്തിക്കാട്ടുവാനായി ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്, ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യമുണ്ടാകും. Hallelujah. Hallelujah. And to have confidence on that day, we have to make our lives ready now. ഓർക്കുക, ആ ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യത്തോടെ അവന്റെ മുൻപാകെ നിൽക്കണമെങ്കിൽ ഇന്ന് ഈ ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തികൾ അതിന് തക്ക വിധത്തിലായിരിക്കണം. ഹല്ലേലൂയ. നെക്സ്റ്റ് സൺഡേ എല്ലാവരും പറഞ്ഞു അടുത്ത ഞായറാഴ്ച I'll be speaking about what kinds of reward we are going to receive. നാം എത്തരത്തിലുള്ള പ്രതിഫലമാണ് പ്രാപിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് ഞാൻ അടുത്ത ഞായറാഴ്ച പഠിപ്പിക്കും. പ്രതിഫലം ഒന്നും അല്ല പറഞ്ഞു. എന്തായിരിക്കും അവിടെ കിട്ടാൻ? കാശാണോ? എന്താ കിട്ടാൻ പോകുന്നത്? I'm going to speak that in detail next Sunday. അടുത്ത ഞായറാഴ്ച ഞാൻ അതിന്റെ വിശദ വിവരങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും. അടുത്തേക്ക് നാളൊന്ന് ഞുള്ളിയിട്ട് പറ, വരാതിരിക്കരുത്. Hallelujah. Hallelujah. So today we have to examine our motives. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ആ ഹൃദയ ശുദ്ധി എന്താണ് എന്നുള്ളത് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. Hallelujah. Hallelujah. എന്തിനു വേണ്ടിയാ കർത്താവിന്റെ വേല ചെയ്യുന്നത്? കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് അവിടെ നമ്മുടെ മെസ് ഹോളിൽ നിന്നുകൊണ്ട് കസേര പിടിച്ചിടുന്നു, ഞാൻ പാത്രം എടുത്ത് വെക്കുന്നു. പാസ്റ്റർ ഒന്നും മൈൻഡ് ചെയ്തുമില്ല, അല്ല കൂടെ കാറിന് കയറിപ്പോയി. അപ്പൊ എന്തിനാ ഈ വട്ടപാത്രം എടുത്ത് പൊക്കിയത്? പാസ്റ്റർ കാണിക്കാനല്ലേ? പറ. ചിലർ കണ്ടിട്ടുണ്ടോ? പാസ്റ്റർ കസേര വലിയൊരു അട്ടി അങ്ങനെ തന്നെ പൊക്കിക്കൊണ്ടു. അല്ലാത്ത സമയത്ത് ഒരു കസേര നീക്കിയിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ സെക്ഷനിലെ ലീഡർ നോക്കുമ്പോൾ ഭയങ്കര വർക്ക്, അത് കഴിയുമ്പോൾ ഒന്നുമില്ല. ഇതാണ് ഹൃദയത്തിന്റെ മോട്ടീവ്സ്. ആരെയും പ്രദർശിപ്പിക്കാനല്ല, എന്നെ വീണ്ടെടുത്ത കർത്താവിന് വേണ്ടി. ഇവിടെ പാരിതോഷികം ആരും തന്നില്ലേലും ഒരു ദിവസം അവനിൽ നിന്ന് എനിക്ക് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയശുദ്ധിയോടെ ഇന്ന് ചെയ്താൽ അവിടെ പ്രതിഫലം ഉണ്ടാവും. ബാക്കിയുള്ളതൊക്കെ കത്തിപ്പോവും. എഴുന്നേറ്റ് നിൽക്കുക. 3 areas. Number 1, motives. 3 മേഖലകൾ നാം നമ്മെ തന്നെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. 1, ഉദ്ദേശശുദ്ധി. Number 2, obedience. രണ്ടാമതായിട്ട് അനുസരണത്തിന്റെ മേഖല. Are we doing the work of ministry, obeying the Holy Spirit and His word? പരിശുദ്ധാത്മാവിനാലും ദൈവത്തിന്റെ വചനത്താലും അനുസൃതമായിട്ടാണോ നമ്മുടെ ദൈവിക പ്രവർത്തനങ്ങൾ നാം നടത്തിയെടുക്കുന്നത്?
Number 3, which power are we using? Our own power or the power of the Holy Spirit? മൂന്നാമത്തേത് ശക്തിയുടെ മേഖലയാണ്. ഏത് ശക്തിയാണ് നാം ഉപയോഗിക്കുന്നത്? നമ്മുടെ ശക്തിയാലാണോ അതോ ദൈവത്തിന്റെ ശക്തിയാലാണോ ദൈവിക പ്രവർത്തനങ്ങൾ നാം ചെയ്യുന്നത്? If you are not doing our ministry in the power of the Holy Spirit, it will not reach heaven. There will be no service record. ഓർക്കുക, നമ്മുടെ ശുശ്രൂഷകൾ ദൈവ ശക്തിയാൽ അല്ല നാം ചെയ്യുന്നതെങ്കിൽ അതൊന്നും അവിടെ എത്തുകയില്ല. അതിനു മുൻപേ അത് എരിഞ്ഞു പോകും. Shall you really lift up your hands? കൈകൾ ഉയർത്തിപ്പിടിക്കാമോ? കണ്ണുകളെല്ലാവരും അടയ്ക്കുക. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ ഭൂമിയിൽ അങ്ങേ ശുശ്രൂഷിക്കുവാൻ, അങ്ങേക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എനിക്ക് തന്നിരിക്കുന്ന അവസരങ്ങൾക്കായി നന്ദി പറയുന്നു. കർത്താവേ, ആത്മനിറവിൽ ഹൃദയശുദ്ധിയോടെ നല്ല ഉദ്ദേശശുദ്ധിയോടെ അങ്ങയുടെ വേല ചെയ്യാൻ എന്നെ സഹായിക്കണമേ. ചില നിമിഷം കരങ്ങളെ ഉയർത്തി ഇതുവരെയുള്ള കുറവുകൾ കർത്താവിനോടൊന്ന് ഏറ്റുപറയാൻ തുടങ്ങാം. അവസരങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ അത് പറയാം. കർത്താവ്, ഇനിയുള്ള നാളുകൾ ഉപയോഗിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു ജീസസ്. ഓ ഹോളി സ്പിരിറ്റ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കണ്ണുകളെല്ലാം അടച്ച് കരങ്ങളെ ഉയർത്തി ചില നിമിഷങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങും. ചേർന്ന് പ്രാർത്ഥിക്കാമോ? കൈകൾ ഉയർത്തി നിൽക്കുമ്പോൾ, കർത്താവേ, നീ ഞങ്ങൾക്ക് തന്ന അവസരങ്ങൾ, കർത്താവേ, ഞങ്ങളുടെ കഴിവുകൾ പലപ്പോഴും ഞങ്ങളുടെ ജീവന മാർഗത്തിന് പണമുണ്ടാക്കുവാൻ, കുടുംബങ്ങളെ പോറ്റുവാൻ, ഞങ്ങളുടെ ജീവിത പങ്കാളിക്ക് നല്ലതൊന്ന് കൊടുക്കുവാൻ, ഈ ലോകത്തിൽ ഒരു വീട് വെച്ച് തീർക്കുവാൻ, ഇതിനൊക്കെ മാത്രമാണ് കർത്താവേ ഞങ്ങൾ ഉപയോഗിച്ചത്. എന്നാൽ ഈ സന്ദേശത്തിന്റെ മുൻപാകെ ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുകയാണപ്പാ. നീ ഞങ്ങൾക്ക് തന്ന കഴിവുകൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള പലതും ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് നിത്യരാജ്യത്തിലേക്ക് കൊണ്ടുപോകുവാനുള്ള ചിലത് സൃഷ്ടിച്ചെടുക്കുവാനായി എൻ്റെ കഴിവുകളെ കർത്താവേ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, എൻ്റെ പ്രായത്തിന്റെ പരിധി പറഞ്ഞ് ഇനി ഞാൻ പുറകോട്ടില്ല കർത്താവേ. പ്രായം ഒരു പരിധിയില്ലാത്തതാണെന്ന് ഞങ്ങൾ കേട്ടല്ലോ കർത്താവ്. ഇപ്പോൾ ഞാൻ തീരുമാനിക്കുന്നു, എൻ്റെ ശരീരത്തിൻ്റെ രോഗാവസ്ഥകൾ, എൻ്റെ ബുദ്ധിമുട്ടുകൾ, ശരീരത്തിൻ്റെ ബലഹീനതകൾ, ഇതൊന്നും ഞാൻ ഇനി കാര്യമാക്കുന്നില്ല കർത്താവേ. എനിക്ക് തന്ന ഈ അവസരം എൻ്റെ ജീവൻ പോകുന്നതിന് മുൻപ് കർത്താവേ, എൻ്റെ ഓട്ടം ഓടി തികയ്ക്കുവാൻ, അത് പൂർത്തിയാക്കുവാൻ, ആ ബിരുദം നേടുവാനായി ഞാൻ ഉപയോഗിക്കുമെന്ന് തീരുമാനിക്കുന്നു കർത്താവേ. ഈ ലോകത്തിൽ പലരും എന്നെ പ്രശംസിച്ചില്ല എന്നും, പലരും എന്നെ കരുതിയില്ല എന്നും, പലരും എന്നെ മൈൻഡ് ചെയ്തില്ല എന്നും ഇടയ്ക്കൊക്കെ ഞാൻ പരാതി പറഞ്ഞു പോയി കർത്താവേ. എന്നോട് ക്ഷമിക്കണമേ അപ്പാ. ഇന്ന് ഞങ്ങൾ സഭയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അത്തരത്തിലുള്ള പ്രതിബന്ധങ്ങളെ എല്ലാം മറികടന്ന് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, അതിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ എന്നെ സമർപ്പിക്കുന്ന കർത്താവേ. കൈകൾ ഉയർത്തി പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും, യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനായി തുടങ്ങിയാലും, ഇന്നു മുതൽ ഞാൻ തീരുമാനിക്കുകയാണ് കർത്താവേ, സുവിശേഷം പറയുവാൻ ഞാൻ തീരുമാനിക്കുന്നു. മറ്റുള്ളവരെ വചനം പഠിപ്പിക്കുവാൻ ഞാൻ തീരുമാനിക്കുന്നു. ഒരു സമയത്ത് ഞാൻ ശുശ്രൂഷകൾ ചെയ്തപ്പോൾ കർത്താവെ പല പ്രതിബന്ധങ്ങൾ വന്നത്, കർത്താവെ ബുദ്ധിമുട്ടുകൾ വന്നത്, പലരും എന്നെ വിമർശിച്ചത് കൊണ്ട് ഞാനത് നിർത്തിക്കളഞ്ഞു കർത്താവേ. ഞാൻ എൻ്റെ നിലയിലേക്ക് മടങ്ങി വരികയാണ്. ആ ശുശ്രൂഷയിലേക്ക് ഞാൻ മടങ്ങി വരുന്ന കർത്താവേ, എൻ്റെ ഉൽപാദനക്ഷമത അതിൻ്റെ പരിപൂർണതയിൽ ഉപയോഗിക്കുവാൻ ഞാനിതാ മടങ്ങി വരുന്ന കർത്താവേ. എന്നെ ഏൽപ്പിച്ചത് അത് നല്ല രീതിയിൽ വ്യാപാരം ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, അതിനുവേണ്ടി എന്നെ ഉപയോഗിക്കണമേ. അങ്ങയുടെ കൃപ എനിക്ക് നൽകണമേ കർത്താവേ.